ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു അൺ അക്കാദമി കോഴിക്കോട്. നമ്മുടെ മോക്ക് എക്സാം 1 കഴിഞ്ഞു. നിങ്ങൾ പേപ്പർ എല്ലാം കണ്ടിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് എല്ലാം കണ്ടിട്ടുണ്ട്. സ്വല്പം ടഫായിരുന്നു, അതോ ഓർത്ത് പേടിക്കേണ്ട. പ്രത്യേകിച്ച് എൻ്റെ ഫിസിക്സ് ഇച്ചിരി ടഫായിരുന്നു. ഇനി നമുക്ക് 2-3 എക്സാംസ് കൂടി ബാക്കിയുണ്ട്. അതിൻ്റെയും ഇതുപോലെ തന്നെ എക്സാംസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. എല്ലാവരും അതിൻ്റെ സൊല്യൂഷൻസ് റിപ്പീറ്റേഴ്സ് ആയാലും റിപ്പീറ്റേഴ്സ് ആയാലും ഒന്ന് സ്പീഡ് കൂട്ടി കണ്ടാൽ മതി. നിങ്ങൾ ചെയ്ത ഓപ്ഷൻസ് എല്ലാം കറക്റ്റ് ആണോ, കറക്റ്റ് അല്ലാത്ത ഓപ്ഷൻസിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പോ മോക്ക് എക്സാം 1ന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ തരാനായിട്ട് ബോട്ടണിയുടെ ഇവിടുത്തെ സീനിയർ മെമ്പറായ ഗോപിനാഥൻ സാറിനെ ഞാൻ വിളിക്കുവാണ്. ഗോപിനാഥൻ സാറ് 30-ലേറെ വർഷമായി നമ്മുടെ എൻട്രൻസ് രംഗത്തുള്ള ആളാണ്. ഓക്കെ, സാറിനെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുന്നു. ഓക്കെ സാറ് കണ്ടിന്യൂ ചെയ്തോളൂ. യെസ്, ഐ ആം ഗോപിനാഥ്, GP ബോട്ടണി. സാറ് പറഞ്ഞതുപോലെ ബോട്ടണീന്റെ എല്ലാ ക്വസ്റ്റ്യൻസും, നമ്മുടെ മോക്ക് 1ന്റെ എല്ലാ ക്വസ്റ്റ്യനും വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം NCERT ബേസ്ഡ് ആണ്. നിങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല. കാരണം നിങ്ങളെ കൂടെ ഉള്ളത് ഞങ്ങൾ ഒരു എക്സ്പെർട്ട് ടീമാണ്. ഒരുപാട് വർഷമായി എൻട്രൻസ് ഫീൽഡിൽ സബ്ജക്റ്റ് ക്ലിയർ ആയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ ഈ എക്സാംസ് NCERT ബേസ്ഡ് നിങ്ങൾ നന്നായി ക്വസ്റ്റ്യൻസ് വായിക്കുന്നുണ്ട്, വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഇനിയും നന്നായിട്ട് അത് സോൾവ് ചെയ്തോളൂ. അതേപോലെ വരുന്ന 2-3 എക്സാംസ് വളരെ നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്ത് എഴുതുക. ഈ 3 എക്സാം എഴുതുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് മെയ് 3-ന് വരുന്ന നമ്മുടെ ഫൈനൽ എക്സാമിൽ വരും. യാതൊരു സംശയമില്ല. വി വിൽ ഗ്യാരണ്ടി ഓൾ ദ ബെസ്റ്റ്. 91. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ടാക്സോണമിക് കാറ്റഗറീസ്? ഇത് പറയുമ്പോൾ നിങ്ങളെ മനസ്സിൽ ഓർമ്മിക്കണം, നമ്മുടെ +1 ബയോളജീൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയ ലിവിങ് വേൾഡിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നു ടാക്സോണമിക് കാറ്റഗറീസ് ആയ നമ്മുടെ ഹൈറാർക്കിയിൽ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ് ആൻഡ് സ്പീഷീസ്, അങ്ങനെ 7 റാങ്കുകൾ നിങ്ങൾ അവിടെ പഠിച്ചിരിക്കുന്നു. അപ്പോൾ അതിലിവിടെ നോട്ട് ട്രൂ എന്ന് വെച്ചാൽ ഫസ്റ്റ്, ഈച്ച് ജീനസ് മേ ഹാവ് 1 or more than 1 specific epithets representing different organisms but having morphological similarities. കറക്റ്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് വളരെ കറക്റ്റ് ആണ്. നമ്മുടെ NCERT അതേ ലൈന, ഒരു മാറ്റമില്ല. സെക്കൻഡ്, ഫാമിലി ഈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജെനിറ വിത്ത് സ്റ്റിൽ more number of similarities as compared to genus and species. അത് തെറ്റല്ലേ? അവിടെ മോർ അല്ല, ലെസ് എന്നാണ് ആക്ച്വലി വേണ്ടത്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. അവിടെ എന്താണ്? ലെസ് എന്നാണ് വേണ്ടത്. നിങ്ങൾക്കറിയാം ആ ഹൈറാർക്കിയലിന്റെ ഓർഡറിൽ വന്നിരിക്കുന്ന ഓരോ മാറ്റങ്ങളും. തേർഡ്, കൺവൽവലൂസിയെ ആൻഡ് സൊളനേസിയെ ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഓർഡർ പോളിമോണിയൽസ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ദെൻ ഫോർത്ത്, അനിമൽ കിങ്ഡത്തിന്റെ ഓർഡർ കാർണിവോറ. കാർണിവോറ നമുക്കറിയാം ഫ്ലഷ് ഈറ്റിംഗ് ആണ്. കാർണിവോറ ഇൻക്ലൂഡ്സ് ഫാമിലീസ് ലൈക്ക് ഫെലിഡേ. ഫെലിഡേ എന്ന് പറയുന്നത് ഫെലിസ് ഡൊമസ്റ്റിക്കസിൻ്റെ നമുക്കറിയാം. അതേപോലെ കാനിഡേ, കാനിസ് ഫെമിലിയാരിസ്, ഇത് ഡോഗിന്റെ ഫാമിലിയാണ്. ഇത് നമ്മുടെ ടൈഗറിൻ്റെതും കാറ്റിൻ്റെയും ഫാമിലിയാണ്. അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ തെറ്റായത് 2, സെക്കൻഡ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? 2, സെക്കൻഡ് ആണ് റോങ് ആയത്. ഇവിടെ റോങ് ആവാനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ മോർ അല്ല, ലെസ് എന്നാണ് വേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ്, ഐഡന്റിഫൈ ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഗിവൺ ഡയഗ്രാം എന്ന. ഇത് ഏതാണ് ഡയഗ്രാം? ഇത് കാണുമ്പോഴേക്ക് നിങ്ങളെ മെമ്മറിയിൽ വരണം. നമ്മുടെ പ്ലാന്റ് കിങ്ഡത്തില് ബ്രയോഫൈറ്റിലുള്ള പാർട്ടാണ്, ഡയഗ്രാമാണ്. ഇത് മർക്കാൻഷ്യയാണ് ഡയഗ്രാം. അത് ഓർമ്മിക്കുക. മർക്കാൻഷ്യക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട്. എന്താ പ്രത്യേകത എന്നറിയോ? അത് ഏത് ടൈപ്പാണ്, മൊണീഷ്യസ് ആണോ ഡയീഷ്യസ് ആണോ എന്ന് നോക്കണം. ഇവിടെ മെജോറിറ്റിയും മൊണീഷ്യസ് ആണ്. റയർ, വളരെ ചെറിയ നമ്പേഴ്സ് ആണ് ഏതായിട്ടുള്ളത്, ഡയീഷ്യസ് ആയത്. അപ്പൊ ഇതൊരു ഡയീഷ്യസ് ആയ ബ്രയോഫൈറ്റ് ആണ്. അതൊരു പോയിന്റും കൂടിയാ. ദിസ് ഈസ് എ ഡയീഷ്യസ് ബ്രയോഫൈറ്റ്. ഇതൊരു പഴയ ഓൾ ഇന്ത്യ ക്വസ്റ്റ്യനും കൂടെയാണ്. സെലക്ട്, ഇത് ഡയീഷ്യസ് ആണ്. ഇനി ഇതിന്റെ പോയിന്റ് നോക്കൂ. 1, ബി ഇൻഡിക്കേറ്റ് സ്ട്രക്ചർ ലൊക്കേറ്റഡ് ഓൺ ദ താലൈ കണ്ടെയ്നിങ് ഗ്രീൻ
മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്. നോക്കൂ, അതായത് ബി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ജുമ്മേ എന്ന് പറയുന്ന സ്ട്രക്ചറാ. നമുക്കറിയാം ആരാണ്? ജുമ്മേ. സോ ഇത് വളരെ കറക്റ്റ് ആണ്. ജുമ്മേ എന്താണ്? ഗ്രീൻ ആണ്. മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ. അത് മാത്രമായിട്ട് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ദി മെയിൽ സെക്സ് ഓർഗൻ പ്രസന്റ് ഓൺ ദ സ്ട്രക്ചർ ലേബൽഡ് എ. തെറ്റാണ്. ഇത് ഫീമെയിൽ ആണ്, ഇത് മെയിൽ അല്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫീമെയിലാ. അപ്പൊ ഫീമെയിൽ ആകുമ്പോൾ ഇവിടെ എ എന്ന് റെപ്രസെന്റ് ശരിക്ക് വേണ്ടത് ആർക്കിഗോണിയോഫോർ ആണ്. നമുക്കറിയാം ബ്രയോഫൈറ്റിന്റെ സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് ആന്തറീഡിയം മെയിലും ആർക്കിഗോണിയം ഫീമെയിലും ആണ്. ആർക്കിഗോണിയത്തിന്റെ സ്റ്റാക്കിന്റെ പേര്, ഇതിന്റെ പേര് എന്താ ആക്ച്വലി വേണ്ടത്? ആർക്കിഗോണിയോഫോർ. ആർക്കിഗോണിയോഫോറ. അപ്പൊ ആക്ച്വലി ഇവിടെ വേണ്ടത് അതാണ്. അപ്പൊ സെക്കൻഡും തെറ്റാണ്. ദെൻ തേർഡ്, ഗിവൺ ഡയഗ്രാം റെപ്രസെന്റ് മെയിൽ താലസ് അല്ല, ഫീമെയിൽ ആണ് ഞാൻ പറഞ്ഞു. ആൻഡ് സി ഇൻഡിക്കേറ്റ് ദ സ്ട്രക്ചർ ദാറ്റ് ഈസ് ഓൾവേസ് മൾട്ടി സെല്ലുലാർ. ഇറ്റ് ഹെൽപ്സ് ഇൻ അറ്റാച്ച്മെന്റ് വിത്ത് ദി സബ്സ്ട്രാക്റ്റം. അത് ശ്രദ്ധിക്കണം. ഇവിടെ സി എന്ന് പറയുന്നത് ഇതാ, സി എന്താണ്? താലസ് അല്ല. സി ആരാണ് ഇവിടെ? റൈസോയിഡ്സ് ആണ്. ആ നമ്മുടെ താലസിൽ നിന്ന് വരുന്ന റൈസോയിഡ്സുകളാണത്. ഹയർ പ്ലാന്റ്സിലെ റൂട്ട് വേരിന് ബദല് ഇവിടെ കാണുന്ന പാർട്ടാണ് റൈസോയിഡ്സ്. ഈ മർക്കാൻഷ്യന്റെ റൈസോയിഡ്സ് എന്താണ്? യൂണിസെല്ലുലർ ആണ്. ഏതല്ല? മൾട്ടി സെല്ലുലർ അല്ല. അപ്പൊ ഈ ടേം ഇവിടെ തെറ്റാണ്. അപ്പൊ ഇതിന്റെ കീ എന്ന് പറയുന്നത് 1, ഓപ്ഷൻ 1 ആണ്. ദെൻ നെക്സ്റ്റ് നോക്കൂ, അടുത്തത് 93. Read the following statement and select the correct option. A. When the bulliform cells in the grasses absorb water and are turgid, the leaf surface become exposed. Correct അല്ലേ? ഗ്രാസസ് അതായത് ഗ്രാമിനെ ഫാമിലി, നമ്മുടെ പുൽ കുടുംബത്തില് ആ ബുള്ളിഫോം സെൽ. എന്താ ബുള്ളിഫോം സെൽ? നമുക്കറിയാം ഗ്രാസസിന്റെ ലീഫിലെ അപ്പർ എപ്പിഡർമിസിൽ കാണപ്പെടുന്ന കളർലെസ് ആയ ബലൂണ് പോലെയുള്ള, ഇതാ ഇങ്ങനെ കളർലെസ് ആയ ബലൂണ് പോലെയുള്ള ഇത്തരം സെൽസിനെയാണ് എന്ത് പറയാ? ബുള്ളിഫോം സെൽസ് എന്ന് പറയും. അപ്പർ എപ്പിഡർമിസിനോട് ബേസ് ചെയ്താണ് ഇത് കാണപ്പെടുന്നത്. അപ്പൊ ഈ സെല്ല് ടർജിഡ് ആയി കഴിഞ്ഞാൽ, സെല്ല് ടർജിഡ് ആയപ്പോഴാ സെല്ലിനുള്ളിലേക്ക് വാട്ടർ എത്തിക്കഴിഞ്ഞാൽ സെല്ല് ടർജിഡായി. അപ്പൊ ആ ലീഫ് എക്സ്പോസ് ചെയ്യും. ടർജിഡ് ആയാൽ അതിങ്ങനെ നിവർന്നിരിക്കും, സർഫേസ് ഏരിയ ഒക്കെ കൂടി കാണപ്പെടും. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ആൻഡ് ബി, when the bulliform cells are flaccid due to water stress, they make the grass leaves curl inward to minimize water loss. അതും കറക്റ്റ് അല്ലേ? എപ്പോഴാണോ സെല്ലിന്ന് വാട്ടർ ലോസ് ചെയ്യുന്നത്, ടർജിഡിറ്റി പോയാൽ ആ സെല്ല് കറക്റ്റ് എന്തായി? ഫ്ലാക്സിഡ് കണ്ടീഷനായി. ഫ്ലാക്സിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ നോർമൽ സ്റ്റേജാ. അങ്ങനെ നോർമൽ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ആ ലീഫ് കേൾന്ന മടങ്ങുക അല്ലെങ്കിൽ ചുരുളുക, ഉള്ളിലേക്ക് ഇങ്ങനെ ചുരുണ്ടിരിക്കും. അപ്പൊ എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആൻസർ 3 തേർഡ് അപ്ലൈ ചെയ്യാം. രണ്ടും കറക്റ്റ് ആണ്. ഇത് മുമ്പ് നമ്മുടെ എൻട്രൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ക്ലിയർ ആണ്, ഓർമ്മിച്ചോളൂ. ദെൻ 94. State true or false for the given statement and select the correct option എന്ന. 1. Meiosis involves 2 sequential cycle of nuclear division and 2 cycle of DNA replication to form 4 daughter cells. ഓർക്കൂ, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ? നമുക്കറിയാം മൈറ്റോസിസ് ആയാലും മിയോസിസ് ആയാലും നോർമലായി സെൽ ഡിവിഷനിൽ നടക്കുന്ന പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഒരു DNA റെപ്ലിക്കേഷൻ നടക്കും. 1 DNA റെപ്ലിക്കേഷൻ. ഓക്കെ, ഒരു DNA റെപ്ലിക്കേഷൻ പ്ലസ് 2 കാരിയോകൈനസിസ്.
അതായത് 2 ന്യൂക്ലിയർ ഡിവിഷൻ പ്ലസ് 2 സൈറ്റോകൈനസിസ് 2 ഇതാണ് മിയോസിസിലുള്ളത്. ആസ് എ റിസൾട്ട് നമുക്ക് 4 ഡോട്ടർ സെൽസ് ഉണ്ടാവും. 4 ഡോട്ടർ സെൽസാ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 സൈക്കിൾ ഓഫ് ന്യൂക്ലിയർ 2 സൈക്കിൾ ഓഫ് DNA റെപ്ലിക്കേഷൻ തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ എന്നുള്ളത് ഫാൾസ് ആണ്, തെറ്റാണ് ഒന്നാമത്തേത്. ഓക്കെ, ഇനി സെക്കൻഡ് നോക്കൂ. ഡ്യൂറിങ് പാക്കിറ്റീൻ സ്റ്റേജ് ക്രോസിംഗ് ഓവർ ഒക്കർ ബിറ്റ്വീൻ ആരാ നോൺ സിസ്റ്റർ ക്രൊമാറ്റിഡ് ഓഫ് ദ ഹോമോലോഗസ് പെയർ. വളരെ കറക്റ്റാ. മിയോസിസില് നമ്മുടെ പ്രൊഫേസ് 1 നടക്കുന്ന ഒരു മെയിൻ പോയിന്റാ. ഈ ഒരു പോയിന്റ് വഴിയാണ് പാരൻസിന്റെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, മിക്സ് ചെയ്യുന്നത്. അപ്പൊ ഇത് വളരെ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ആൻഡ് സി, ഇൻ oocyte of some vertebrate ഡിപ്ലോട്ടിൻ can last for months or years. ശരിയല്ലേ? ചില വെർട്ടിബ്രേറ്റില് ആ ഊസൈറ്റ്, അതായത് നമ്മുടെ പാക്കിറ്റീൻ കഴിഞ്ഞു, ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ ആൻഡ് ഡയാകൈനസിസ. അപ്പൊ പാക്കിറ്റീൻ സ്റ്റേജ് കഴിഞ്ഞു, നമ്മൾ കയാസ്മയൊക്കെ കണ്ടു. എന്താ കയാസ്മ എന്ന് പറയുന്നത്? ക്രോസിംഗ് ഓവർ നടന്ന റീജിയൻ ആണ് കയാസ്മ. ചില സ്റ്റേജില് വളരെ പെട്ടെന്ന് ചില സെൽസിൽ ചില ഓർഗനിസത്തിൽ ആ കയാസ്മ വേഗം എന്ത് ചെയ്യുന്നു, ഡയലേറ്റ് ചെയ്തു പോകും, അതായത് ഇല്ലാതായി പോകും. എന്നാൽ ചില ഓർഗനിസങ്ങളിൽ അത് കുറേ സമയം എക്സിസ്റ്റ് ചെയ്യും. അതിന് എക്സാമ്പിൾ ആണ് oocyte ഓഫ് സം വെർട്ടിബ്രേറ്റ്സ്. ഡിപ്ലോട്ടീൻ can last for months or years. ആ സ്റ്റേജില് ആ കണ്ടീഷൻസ് അതേപോലെ നിലനിൽക്കും. അപ്പൊ ഇവിടെ ഒന്ന് എ തെറ്റാണ്, ബിയും സിയും കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? 3. മൂന്നാമത്തെ നോക്കൂ, ശരിയാണ്. സോ യുവർ കീ ഈസ് 3. തേർഡ് ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, then 95. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അസർഷൻ ആണ് അല്ലേ? എ അസർഷൻ ആണ്, ബി റീസൺ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യനും നമ്മുടെ ഓൾ ഇന്ത്യ എക്സാമിനേഷൻ വരാറുണ്ട്. നമ്മൾ കാണുന്ന നീറ്റിൽ ഇത് കോമൺ ആണ്. ഇൻ സൊർഗം ഫോട്ടോ റെസ്പിറേഷൻ ഈസ് ഡസ് നോട്ട് ഒക്കർ. ആരിലാണ്? ഇൻ സൊർഗം ഫോട്ടോ റെസ്പിറേഷൻ ഈസ് ഡസ് നോട്ട് ഒക്കർ. അപ്പൊ എന്താണ് സ്വർഗം? ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഈ സ്വർഗത്തിന് എന്താണ്? നമ്മുടെ NCERT പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ സ്വർഗം എന്ന് പറയുന്ന പ്ലാന്റ് ഒരു C4 പ്ലാന്റ് ആയി പരിഗണിച്ചു. ഏതാണ്? C4. ഹേച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലാന്റ് ആണ് C4. അതേപോലെ മെയ്സ് ഉണ്ട്. 2 പ്ലാന്റ് ആണ് NCERT കൊടുത്തത്, സർഗം ആൻഡ് മെയ്സ്. ഫോട്ടോ റെസ്പിറേഷൻ അവിടെ ഇല്ല. ഫോട്ടോ റെസ്പിറേഷൻ ആരിൽ മാത്രമേ ഉള്ളൂ? നിങ്ങൾക്ക് അറിയില്ലേ? ഫോട്ടോ റെസ്പിറേഷൻ ഈസ് കോമൺ ഓൺലി C3 പ്ലാന്റ്സ് ആണ്, C4ൽ ഇല്ല. അപ്പൊ ഈ അസർഷൻ ശരിയാണ്. റീസൺ എന്താ നോക്കൂ. സ്വർഗം ഹാസ് എ മെക്കാനിസം that increase the concentration of carbon dioxide at the enzyme Rubisco site. അതായത് ഈ സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത, കാർബൺ ഡയോക്സൈഡ് കൂടിക്കഴിഞ്ഞാൽ C3 ഓപ്പറേറ്റ് ചെയ്യും, റുബിസ്കോ ഓപ്പറേറ്റ് ചെയ്യും. റുബിസ്കോ എന്ന് പറയുന്നത് ഒരു എൻസൈമാണ്. മോസ്റ്റ് എബണ്ടന്റ് എൻസൈമാണ് റുബിസ്കോ. മോസ്റ്റ് എബണ്ടന്റ് പ്രോട്ടീൻ ഇൻ ദ നാച്ചർ. 2 ക്വസ്റ്റ്യനും ഒരു ആൻസർ ആണ്. അതാണ് ആര്? റുബിസ്കോ. 2ഉം റുബിസ്കോയാണ്. അപ്പൊ ആ റുബിസ്കോ ഉള്ളത് കൊണ്ട് ഇയാൾക്ക് C3യും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്വർഗത്തിന്റെ പ്രത്യേകത C3 ഓപ്പറേറ്റ് ചെയ്യുക, C4 ഓപ്പറേറ്റ് ചെയ്യുക. കാർബൺ ഡയോക്സൈഡ് കൂടിയാൽ അത് C3 പോയി, കുറഞ്ഞാൽ C4 പോയി. അപ്പൊ ഫോട്ടോ റെസ്പിറേഷന് ചാൻസ് ഇല്ല. സോ അസർഷനും റീസണും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ നമുക്ക് 1 ഫസ്റ്റ് അവിടെ ഓപ്പൺ ചെയ്യാം. അതാണ് ആൻസർ, ഫസ്റ്റ് ആണ്. 96. Fill the labels A, B, C correctly for the given reaction occurring in mitochondrial matrix.
അപ്പൊ ഇത് എവിടെയാണ്? നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ചാ. അപ്പൊ ഓർമ്മിക്കുക, ഈ ഇക്വേഷൻ വരുന്നത് എവിടെയാ? റെസ്പിറേഷനിലാണ്. നിങ്ങൾ പഠിക്കുന്നു റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അപ്പൊ എന്താണ്? പൈറൂവിക് ആസിഡ് പ്ലസ്. അപ്പൊ നിങ്ങളൊരു കാര്യം പഠിച്ചു, നമ്മുടെ റെസ്പിറേഷന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് മെയിൻ ഫസ്റ്റ് ഏതായിരുന്നു? ഗ്ലൈക്കോളൈസിസ് ആണ്, ഗ്ലൈക്കോളിസിസ്. ആ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞിട്ടാണ് നമുക്ക് 2 പൈറൂവിക് ആസിഡ് കിട്ടിയിരിക്കുന്നു. ആ പൈറൂവിക് ആസിഡ് ലിങ്ക് റിയാക്ഷൻ കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ നമ്മുടെ മൈറ്റോകോൺട്രിയയുടെ മാട്രിക്സിൽ വെച്ച് നടക്കും. അപ്പൊ അതാണ് ഈ ഇക്വേഷൻ. പൈറൂവിക് ആസിഡ് പ്ലസ് എ പ്ലസ് ബി പ്ലസ് 2 വാട്ടർ പ്ലസ് ADP പ്ലസ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഗീവ്സ് C പ്ലസ് NADH പ്ലസ് H പ്ലസ് FADH2 പ്ലസ് ATP. നമുക്കറിയാം, ഒരു പൈറൂവിക് ആസിഡ് ഇതിനകത്തേക്ക് ആഡ് ചെയ്താൽ അവിടെ നമുക്ക് എ എന്ന് പറയുന്ന ഓപ്ഷൻ NAD ആണ്. എ എന്ന് പറയുന്ന ആരാണ്? NAD ആണ്. എത്ര NAD ഉണ്ടെന്നറിയോ? 4 NAD ഉണ്ട്. അപ്പൊ എ എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് എന്ത് മാർക്ക് ചെയ്യണം? NAD പ്ലസ് എന്ന് മാർക്ക് ചെയ്യാം. NAD പ്ലസ് പ്ലസ് ബി എന്നുള്ളത്, അവിടെ ബി എന്നുള്ളത് ആരാ? FAD പ്ലസ് ആണ്. ബി ആരാണ്? FAD പ്ലസ് ആണ്. FAD പ്ലസ് അതും ഓക്കെ. ആൻഡ് സി എന്നുള്ളത് ആരാ നോക്കൂ? CO2 കാർബൺ ഡയോക്സൈഡാ. അപ്പൊ നമ്മുടെ കീ എന്ന് പറയുന്നത് 1 ഒന്നാണ് കീ. പക്ഷെ അത് മാത്രം പോരാ, നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം, ഇതിന്റെ നമ്പേഴ്സും കൂടെ നമ്മൾ പഠിക്കണം. വളരെ കൃത്യമായിട്ട് NCERT ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതുന്നറിയോ? പൈറൂവിക് ആസിഡ് പ്ലസ് അവിടെ 4 NAD ആണ് കൊടുത്തിരിക്കുന്നു. 4 NAD പ്ലസ് ആണ് അവിടെ ഉള്ളത്. ആൻഡ് ആൾസോ 1 ഒരു FADH ആണുള്ളത്. 1 FAD പ്ലസ് ആണുള്ളത്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ കഴിഞ്ഞു. റിയാക്ഷൻ കഴിഞ്ഞു. എത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിന്നറിയോ? 3 കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. മൊത്തത്തില് 4 NADH ഉണ്ടായി, ഒരു FADH ഉണ്ടായി. ഇതാണ് ഈ ഇക്വേഷനിൽ ബാക്കി വരുന്ന കാര്യം. അപ്പൊ ഇത് വെച്ചിട്ട് വേറെയും ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചോദിക്കാം. അതായത് ഒരു പൈറൂവിക് ആസിഡിൽ ഹൗ മെനി, എത്ര ഡീകാർബോക്സിലേഷൻ നടക്കുന്നു? അപ്പൊ ആൻസർ എത്രയാണ്? 3. ഇതാ 3 ഡീകാർബോക്സിലേഷൻ നടന്നിരിക്കുന്നു. ഒരു പൈറൂവിക് ആസിഡില് നമ്മുടെ മൈറ്റോകോൺട്രിയൽ മാട്രിക്സിലുള്ള ക്രബ്സ് സൈക്കിളുമായി ബന്ധപ്പെട്ട് ചോദിച്ചാൽ എത്രയാണ്? 3 ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. ആദ്യത്തെ ഡീകാർബോക്സിലേഷൻ വഴി ഉണ്ടായതാണ് അസറ്റൈൽ കോ എൻസൈം എ. പൈറൂവിക് ആസിഡില് ഫസ്റ്റ് ഉണ്ടായി. ആ പൈറൂവിക് ആസിഡ് അങ്ങനെയാ, ഫസ്റ്റ് ഡീകാർബോക്സിലേഷൻ നടന്നു ഉണ്ടായ 2 കാർബൺ കോമ്പൗണ്ട് ആണ് അസറ്റൈൽ കോ എൻസൈം എ. കേട്ടിട്ടുണ്ട്? ആ അസറ്റൈൽ കോ എൻസൈം എ എന്നുള്ളത് 2 കാർബൺ ആണ്. അവിടെ വീണ്ടും കണ്ടിന്യൂസ് ആയി 2 ഡീകാർബോക്സിലേഷൻ നടന്നു. അങ്ങനെയാണ് ഇവിടെ നമ്മൾ 3 ഡീകാർബോക്സിലേഷൻ എത്തി. ഇവിടെ എത്രയാണ്? 3 ഡീകാർബോക്സിലേഷൻ ഇവിടെ എത്തിയിരിക്കുന്നു. ദാറ്റ് ഈസ് ദ പോയിന്റ്. 3 ഡീകാർബോക്സിലേഷൻ വന്നു. അപ്പൊ ആൻസർ ഇതിൻ്റെത് 1 ആണ്, ഓപ്ഷൻ 1. ഓക്കെ, നെക്സ്റ്റ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് A and B by selecting the correct option. Promote the apical dominance where it is inhibited by B. അപ്പോൾ ഓർമ്മിക്കുക, ഇത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ +1 പ്ലാന്റ് ഗ്രോത്തിലുള്ള ഹോർമോണുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. അവിടെയാണ് നമ്മൾ ഈ അപ്പിക്കൽ ഡോമിനൻസ് പഠിച്ചിരിക്കുന്നു. പ്ലാന്റ് കിങ്ഡത്തിലല്ല, എവിടെയാണ്? പ്ലാന്റ് ഗ്രോത്തിലാണ്. പല ഹോർമോൺസ് ഉണ്ട്. ഓക്സിൻ പഠിച്ചു, സൈറ്റോകിനിൻ പഠിച്ചു, ജിബറലിൻ പഠിച്ചു, അതേപോലെ നമ്മുടെ ഗ്യാഷ്യസ് ഹോർമോൺ എത്തിലിൻ പഠിച്ചു. അപ്പൊ ഇതിൽ ഏതാണ് അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്? ആരാണ് പ്രൊമോട്ട് ചെയ്യുന്ന ആരാ? ഓക്സിനാണ്. അപ്പിക്കൽ ഡോമിനൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്സിൻ എന്ന് പറയുന്ന ബേസിക് ഹോർമോൺ ആണ്. എന്നാൽ
അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാരാ? എത്തിലിനല്ല. ആരാന്നറിയോ? സൈറ്റോകിനിന. അതുകൊണ്ട് നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഏതാണ്? 3, തേർഡാണ്. എത്തിലിൻ എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ഹോർമോണാ. അതിന്റെ ഫങ്ഷൻ ഓർമ്മ ഉണ്ടാവും. ഇത് ഫ്ലവറിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, അതേപോലെ ഫ്രൂട്ടിന്റെ റൈപ്പണിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അത് ഫ്രൂട്ട് റൈപ്പണിങ്ങിനെയാണ്. നമ്മുടെ ഗ്യാഷ്യസ് ഹോർമോൺ എത്തിലിൻ, ഓർമ്മിച്ചോളൂ. ദാറ്റ് ഇസ് എ പോയിന്റ്. നെക്സ്റ്റ്, മാച്ച് ദ കോളം 1 വിത്ത് കോളം 2. ഓർഗാനിസംസ് ആൻഡ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ. ഇത് നമ്മുടെ ജെനറ്റിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ് നിങ്ങൾ പഠിച്ചു. സെക്സ് ഡിറ്റർമിനേഷൻ മെത്തേഡ് ഹെൻകിങ് എന്ന സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടെത്തിയത്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഓട്ടോസോം അല്ല, സെക്സ് ക്രോമസോമിനെ ബേസ് ചെയ്താണ് എല്ലാ ജീവജാലങ്ങളിലും ഇത് പ്രാവർത്തികമാകുന്നത്. അത് ബേസ് ചെയ്താണ് മെയിലോ ഫീമെയിൽ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന മെത്തേഡാ. അപ്പോൾ 1, ഓപ്ഷൻ എ, ഡ്രോസോഫില. മേൻ, മനുഷ്യൻ, ഹ്യൂമൻ ബീങ്സിലും ഡ്രോസോഫില്ലയിലും ഏതാണെന്നറിയോ? XXXY എന്നുള്ള മെക്കാനിസാണ്. അപ്പൊ ഡ്രോസോഫില്ലയ്ക്ക് വേണ്ടത് XXXY ആണ്. അതാണ് കോമൺ. അതായത് XX എന്ന് പറയുന്നത് ഹോമോ ആണ്, അത് ഫീമെയിലും. XY എന്ന് പറയുന്നത് ഹെറ്ററോഗമീറ്റ്സ് ആണ്, അത് മെയിലാണ്. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. ഹോമോഗമീറ്റ്സ് ആണ് ഡ്രോസോഫില്ലയുടെ ഫീമെയിലിൽ, ഹോമോഗമീറ്റ്സ് ആണ് ഹ്യൂമൻ ഫീമെയിൽസിൽ. രണ്ടും ഒരേ പോയിന്റാ. സെക്കൻഡ് വരുന്നത് ബേർഡ്സ് ആണ്. ബേർഡ്സിൽ, അതായത് കോഴി ഉൾപ്പെടെയുള്ള ബേർഡ്സിൽ വരുന്നത് ZW എന്ന ഇതാണ് ബേർഡ്സിൽ വരുന്നു. ZW ആൻഡ് Z. ഇവിടെ പ്രത്യേകത ഫീമെയിൽ ഹെറ്ററോ ആണ്, മെയിൽ ഹോമോ ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. സി, മൂന്നാമത്തേത് ഗ്രാസ് ഹോപ്പർ XXXO ആണ്. അതായത് ഫീമെയില് ഹോമോ ആണ് XX, മെയിലിൽ XO അല്ലെങ്കിൽ 0 എന്ന് പറയും. ഒന്ന് മാത്രമേ അവിടെ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് വരുന്നത് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈ, അതേപോലെ റെപ്റ്റൈൽസ്, ഉരകങ്ങളൊക്കെ വരുന്നത് Z ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ കീ എന്ന് പറയുന്നത് 1 ആണ്. ഓപ്ഷൻ 1 ഓർക്കുക. ഇത് ബേസ് ചെയ്ത് ട്രൂ ഓർ ഫാൾസിൽ വരാ, ഇതേപോലെ മാച്ച്ഡ് ദ പെയർ വരാ, അതല്ലെങ്കിൽ മാച്ച്ഡ് മിസ് മാച്ച്ഡ് വരാ. വളരെ സിമ്പിളാണ്. കൃത്യമായി പഠിച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത് സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് തലസെമിയ? അപ്പൊ എന്താണ് തലസെമിയ? ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്, ഒരു ഓട്ടോസോമൽ ഡിസോർഡർ ആണ് തലസെമിയ. നമുക്കറിയാം, അതായത് നമ്മുടെ RBC ബ്ലഡിന്റെ പിഗ്മെന്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസാണ് തലസെമിയ. അപ്പൊ 1, ഇറ്റ് ഈസ് എ റെസസീവ്, നോട്ട് ട്രൂ എന്നാ ചോദിച്ചത്. റെസസീവ് ഓട്ടോസോമൽ ജനറ്റിക് ഡിഫക്റ്റ് കോസ്ഡ് ബൈ മ്യൂട്ടേഷൻ ഓർ ഡെലീഷൻ. ശരിയാണ്, അത് വളരെ കറക്റ്റാ. ഇവിടെ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഡെലീഷന്റെ ഫലമായിട്ട് ഇത് വരും. ഡെലീഷൻ എന്ന് പറയുന്നത് ലോസ്, ഒരു സെഗ്മെന്റ്, ഒരു പാർട്ട് ലോസ് ചെയ്യുന്നതാണ് ഡെലീഷൻ. സെക്കൻഡ്, ആൽഫ തലാസെമിയ ഈസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ ജീൻ HBB ഓൺ ക്രോമസോം 11. അതാണ് അടുത്ത പോയിന്റ്. അപ്പൊ ഈ തലസെമിയ 2 ടൈപ്പ് ഉണ്ട്. ആൽഫയുണ്ട്, അതേപോലെ ബീറ്റയുണ്ട്. ആൽഫ തലാസെമിയ ഉണ്ട്, അതേപോലെ ബീറ്റ തലാസെമിയ ഉണ്ട്. ആൽഫ തലാസെമിയക്ക് കാരണം ആക്ച്വലി HBB എന്ന് പറയുന്ന ജീനല്ല. നിങ്ങൾക്കറിയാം, NCERT കൃത്യമായി കൊടുത്തിരിക്കുന്നു. HbA1, HbA2 ഈ 2 ജീനുകളാണ് ആൽഫ തലസെമിയക്ക് കാരണം. ഇത് എവിടെയാ വരുന്നറിയോ? നമ്മുടെ 16ാമത്തെ ക്രോമസോമിലാണ് ഇതിന്റെ ചേഞ്ചസ് വരുന്നത്. അതും ചോദിക്കാം.
അപ്പൊ ഇവിടെ രണ്ടാമത്തേത് തെറ്റാണ്. ഓപ്ഷൻ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? 2 ആണ്. നോട്ട് കറക്റ്റാ ചോദിച്ചത്. രണ്ടാമത്തെ തെറ്റാ. അൽഫയ്ക്കു കാരണം HbA1 HbA2 16th 16ാമത്തെ ക്രോമസോമില. ഇനി ആൽഫ ബി അതാണ് ഏതിൽ വരുന്നത്? നമ്മുടെ HBB എന്ന് പറയുന്ന ജീനാണ്. അത് 11ാമത്തെ ക്രോമസോമിലാണ്. അത് കറക്റ്റാ. ബീറ്റ തലസെമിയ പ്രൊഡക്ഷൻ ഓഫ് ബീറ്റ ചെയിൻ ഈസ് അഫക്റ്റഡ്. കറക്റ്റ് പോയിന്റ് ആണ്. ദിസ് ഡിസോർഡർ ഈസ് കോസ്ഡ് ബൈ ഡിഫക്റ്റ് ഇൻ ദ സിന്തസിസ് ഓഫ് ഗ്ലോബിൻ പെപ്റ്റൈഡ് ഇൻ RBC. അതാണ് RBC ബ്ലഡിന് കളർ ഉണ്ടാക്കും. അപ്പൊ ഈ ഡിസീസ് ഉള്ള ആൾക്ക് RBCന്റെ പ്രൊഡക്ഷൻ കുറയും, ഉണ്ടാവില്ല. അപ്പൊ അനീമിയ, വിളർച്ച വരും, ബ്ലഡിന്റെ അളവ് കുറയും. അപ്പൊ അനീമിയൊക്കെ ആകാറുണ്ട്. ഇതാണ് തലസെമിയ. വളരെ നല്ലൊരു ജനറ്റിക് ഡിസോർഡറുമായി ബന്ധപ്പെട്ടതാണ്. ഈ പാർട്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ആ പാർട്ട് ഒന്ന് ഫോക്കസ് ചെയ്യണം നിർബന്ധമായിട്ട്. ചുരുങ്ങിയ സമയം നമ്മുടെ മുന്നിലുള്ളൂ. ഉള്ള ദിവസങ്ങളിൽ പുതുതായിട്ടൊന്നും പഠിക്കാതെ ഈ പഠിച്ച ഭാഗങ്ങൾ നന്നായിട്ട് നിങ്ങളൊന്ന് റിവൈസ് ചെയ്യുക. തീരെ ടെൻഷൻ ഇല്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഒരു ഹാപ്പി മൂഡിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. 100% ഞങ്ങൾ ഗ്യാരണ്ടി തരുന്നു. ഇതിനകത്തുള്ള പല ക്വസ്റ്റ്യൻസും, ധാരാളം ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കും. ഡോണ്ട് വറി. വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളെ കൂടെ ഞങ്ങൾ ഫുൾ ടൈം ഉണ്ട്. നെക്സ്റ്റ് 100. റീഡ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് A to D. The promoter and terminator flank the structural gene in a transcription unit. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ? നിങ്ങൾ പഠിച്ചു ജെനറ്റിക്സിന്റെ ഫസ്റ്റില്, സെക്കൻഡ് ചാപ്റ്ററിലുണ്ട്. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലാർ ബയോളജി. ജെനറ്റിക്സിന് 2 ചാപ്റ്റർ ഉണ്ടല്ലേ? സെക്കൻഡില് മോളിക്കുലാർ ബയോളജിന്റെ സെൻട്രൽ ഡോഗ്മ. ഫസ്റ്റ് ആ DNA-ക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. DNA-ക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടന്നാൽ അവിടെ ആരുണ്ടായി? mRNA ഉണ്ടായി, മെസഞ്ചർ RNA ഉണ്ടായി. ആ മെസഞ്ചർ RNA-യിൽ ട്രാൻസ്ലേഷൻ നടന്നിട്ട് പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഇതാണ് സെൻട്രൽ ഡോഗ്മ. നിങ്ങൾ പഠിക്കുന്നു. അപ്പൊ ഇവിടെ പ്രൊമോട്ടറും ടെർമിനേറ്ററും അത് വളരെ കറക്റ്റാ. അത് വളരെ കറക്റ്റ്. അപ്പൊ ആൻസർ A കറക്റ്റ് ആണ്. ആൻസർ A എന്താണ്? കറക്റ്റ് ആണ്. ആൻസർ B. ദി സ്ട്രക്ചറൽ ജീൻ ഈസ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഈസ് മോണോസിസ്ട്രോണിക് മോസ്റ്റ് ഇൻ ബാക്ടീരിയ. തെറ്റാ. അതായത് പ്രോകാരിയോട്ടില് പോളിസിസ്ട്രോണിക്കും. അതൊരു പോയിന്റാ. അതിലാണ് ഇൻ പ്രോകാരിയോട്ടിൽ അതെന്തേ? പോളിസിസ്ട്രോണിക്കും. യുകാരിയോട്ടിൽ അതെന്താണ്? മോണോസിസ്ട്രോണിക്കുമാണ്. യുവിൽ എന്താണ്? മോണാണ്. അപ്പോൾ ബാക്ടീരിയയിൽ മോണോ. അപ്പോൾ ഇത് തെറ്റാ. ഈ പോയിന്റ് ഉള്ളത് കൊണ്ടാണ് ഇത് തെറ്റാൻ കാരണം. ബി തെറ്റാണ്. ഓപ്ഷൻ ബി റോങ് ആണ്. സി. എക്സോൺസ് ആർ ഇന്റർവൈനിങ് സീക്വൻസസ് ദാറ്റ് ഡു നോട്ട് അപ്പിയർ ഇൻ മെച്ചർ ഓർ പ്രോസസ്ഡ് RNA. തെറ്റല്ലേ? ഇൻട്രോൺസ് റിമൂവ് ചെയ്തു. എക്സോൺ എന്ത് ചെയ്യുന്നു? അവിടെ ലാസ്റ്റ് വരെ കാണപ്പെടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഡു നോട്ട് അല്ല, ഡു അപ്പിയർ. അപ്പോൾ സിയും തെറ്റാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ സിയും എന്താണ്? തെറ്റാണ്. ദെൻ ഡി. ദ ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ക്യാൻ ബി കപ്പിൾഡ് ഇൻ ബാക്ടീരിയ. അത് കറക്റ്റാ. അത് കറക്റ്റ് ആണ്. അപ്പൊ A കറക്റ്റ്, B C റോങ് ആണ്, D കറക്റ്റ് ആണ്. സോ ഓപ്ഷൻ ഏതാണ്? 4. ഈ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ 4 ആണ്. 4th 4ാമത്തേതാണ് ഓപ്ഷൻ. ഫ്ലോറൽ ഫോർമുല ഫോർ ദ മെമ്പേഴ്സ് ഓഫ് ബ്രാസിക്കേസിയെ. നമുക്കറിയാം ബ്രാസിക്കേസി എന്നാൽ കടുക് കുടുംബമാണ്. കടുക് വരുന്ന കുടുംബമാണ് ബ്രാസിക്കേസിയെ. അതിന്റെ ഫ്ലോറൽ ഫോർമുല. അപ്പൊ ഓർമ്മിക്കുക എന്തൊക്കെയാണ് ഒരു ഫ്ലോറൽ ഫോർമുല വഴി നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്ക് ആ ഫ്ലവർ റെഗുലർ ആണോ, ഇറഗുലർ ആണോ, ആക്ടിനോമോർഫിക് ആണോ, സൈഗോമോർഫിക് ആണോ എന്ന് മനസ്സിലാക്കാം. റെഗുലർ ആണ്, റേഡിയൽ സിമെട്രി ഉള്ളത് ആക്ടിനോമോർഫിക്.
ബൈലാറ്റർ ആണെങ്കിൽ അത് സൈഗോമോർഫിക്. പിന്നെ അതിൻ്റെ സെക്ഷുവാലിറ്റി ആണ്. ഫ്ലവർ യൂണിസെക്ഷൽ ആണോ ബൈസെക്ഷൽ ആണോ എന്ന്. നിങ്ങളുടെ മെജോറിറ്റിയിലും ഉള്ളത് ബൈസെക്ഷൽ ഫ്ലവറാ. പിന്നെ വേണ്ടത് ഫസ്റ്റ് കാലിക്സ് ആണ്. കാലിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കെ എന്നാണ്. കെ എന്ന ലെറ്ററിലാണ്. ആ കാലിക്സിൽ എത്ര സെപ്പൽസ് കാണപ്പെടുന്നു, അത് ഫ്രീ ആണോ അല്ലെ ഫ്യൂസ്ഡ് ആണോ എന്ന് പറയാം. അത് കഴിഞ്ഞാൽ കൊറോളയാണ്. കൊറോളനെ റെപ്രസെന്റ് ചെയ്യുന്നത് സി ആണ്. അവിടെ നമ്മൾ പെറ്റൽസിന്റെ എണ്ണം പറയണം, അതും ഫ്രീ ആണോ ഫ്യൂസ്ഡ് ആണോ. പിന്നീട് എ ആണ്. എ എന്ന് പറഞ്ഞാൽ ആൻഡ്രീഷ്യമാണ്. യൂണിറ്റായ സ്റ്റേമൻസിന്റെ എണ്ണം അവിടെ പറയണം, ഫ്രീ ആണോ ഫ്യൂസ്ഡ് ആണോ. ദെൻ ഗൈനീഷ്യമാണ് ജി. ആ ഗൈനീഷ്യം അതിന്റെ പിസ്റ്റിൽ, യൂണിറ്റ് പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പലാണല്ലോ, നമുക്കറിയാം, ചോദിക്കാറുണ്ട് അതൊക്കെ പരീക്ഷയ്ക്ക്. ആ പിസ്റ്റിൽ ഫ്രീ ആണോ ഫ്യൂസ്ഡ് ആണോ. ഫ്രീ ആണ് പിസ്റ്റിലെങ്കിൽ അതിന്റെ പേരെന്താണ്? അപ്പോകാർപ്പസ് ആണ്. +2 സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പഠിക്കുന്നുണ്ട്. അത് ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻ കാർപ്പസ് എന്ന് പറയും. പിന്നെ ഇവിടെ നമുക്ക് അതിന്റെ പൊസിഷൻ പറയണം. ഓവറിയുടെ പൊസിഷൻ സുപ്പീരിയർ ആണോ ഇൻഫീരിയർ ആണോ ഹാഫ് ഇൻഫീരിയർ ആണോ, അതായത് ഹൈപ്പോ ആണോ പെരിയാണോ എപ്പിയാണോ എന്നും കൂടെ പറയണം. അപ്പൊ ഈ കൊടുത്തതിൽ ബ്രാസിക്കേസിയുടേത് ഏതാണ്? ബ്രാസിക്കേസിയുടേത് റേഡിയലായ സിമ്മെട്രിയാണ്. റേഡിയൽ സിമ്മെട്രിയ. അപ്പോൾ ഒന്നാമത്തേത് റേഡിയൽ സിമ്മെട്രി കറക്റ്റാ. പിന്നെ അത് ബൈസെക്ഷൽ ആണ്, അതും കറക്റ്റ് ആണ്. കാലിക്സില് 2 2 4. അതെന്താ 2 2 4 എന്നറിയോ? 2 ഇന്നറിലാണ്, 2 ഔട്ടറിലാണ്. അങ്ങനെയാണ് കാണിക്കുന്നു. 2 ഇന്നറിലാണ്, 2 ഔട്ടറിലാ. അപ്പൊ 4 സെപ്പൽസ് അവിടെ കാണിച്ചു. 2+2 4 കാണിച്ചു ചെറുതായിട്ട്. എന്നുള്ളത് കൊറോളയാണ്. അതിന്റെ പെറ്റൽസ് 4. ഇവിടെ ഇൻറ്റു വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 4 പെറ്റൽസ് 4. അതിന്റെ ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത് വാൽവെയിറ്റ് ആണ്. ഈസ്റ്റുവേഷൻ എന്താണ്? വാൽവെയിറ്റ് ആണ്, അതും കറക്റ്റ് ആണ്. പിന്നെ ആൻഡ്രീഷ്യം 2+4 എന്നാണ് എഴുതിയത്. എന്നാ 6 എഴുതിയാൽ പോരാ. നിങ്ങൾ NCERT ഡയഗ്രം എടുത്ത് നോക്കുക, വളരെ കൃത്യമായിട്ട് കാണാം. ടെട്രാഡിനാമസ് എന്ന് പറയും. അതായത് ഔട്ടറിലുള്ള 2 ചെറുതും ഇന്നറിലുള്ള 4 വലുതുമാണ്. അതായത് ലെങ്ത് ഓഫ് ദ ഫിലമെന്റ് വേരീസ്. അത് ഫസ്റ്റ് ഇയറിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്ലവറിനകത്തു തന്നെ സ്റ്റേമൻസിന് ഒരേ ലെങ്ത് അല്ല. ബ്രാസിക്കേസിയയില് ആകെയുള്ള 6 സ്റ്റേമനിൽ ഔട്ടറിലുള്ള 2 സ്മോളും ഇന്നറുള്ള 4 ലാർജും ആണ്, ബിഗ് ആണ്. അപ്പൊ അത് കറക്റ്റാ. ഗൈനീഷ്യം 2 പിസ്റ്റിലാണ്, ഓവറി സുപ്പീരിയർ ആണ്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്? 1. ഫസ്റ്റ് ഓപ്ഷൻ ആണ്. 101ന്റെ ആൻസർ 1 ആണ്. ബ്രാസിക്കേസിയെ മസ്റ്റാർഡ് അല്ലെങ്കിൽ കടുക് കുടുംബം എന്ന് പറയുന്നു. റീഡ് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് ഹേച്ച് ആൻഡ് സ്ലേക്ക് പാത്വേ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോട്ടോസിന്തസിസിൽ ഡാർക്ക് റിയാക്ഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട 2 സൈക്കിൾ ഉണ്ട്. മിക്കവാറും എക്സാംസിന് ഏതെങ്കിലും ഒന്നിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. C3 എന്ന് പറയുന്നത് കാൽവിൻ സൈക്കിൾ ആണ്. C4 അതാണ് നമ്മുടെ ഹേച്ച് ആൻഡ് സ്ലേക്ക് പാത്വേ. ഹേച്ച് ആൻഡ് സ്ലേക്ക് പാത്വേ ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സ്വർഗം, മെയ്സ് എന്ന പ്ലാന്റ്സിലുള്ളത്. ആ ടൈപ്പ് പ്ലാന്റ്സിലാണ്. C4ന് കുറെ പ്രത്യേകതകളുണ്ട്, നമുക്കറിയാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആ പാത്വേന്റെ സ്റ്റെപ്സ് തന്നിട്ടുണ്ട്. അതിനെ പ്ലീസ് ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടി പറഞ്ഞു. ഇതിൽ ഏതാണ്? കൺവേർഷൻ ഓഫ് 3 കാർബൺ, ഡീകൺവേർഷൻ ഓഫ് ഫസ്റ്റ് സ്റ്റേബിൾ, ട്രാൻസ്പോർട്ട്, ഡീകാർബോക്സിലേഷൻ. അപ്പൊ ഇതിൽ വേണ്ടത് ഫസ്റ്റ്, ആദ്യം വേണ്ടത് ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ കാറ്റലിസ്ഡ് ബൈ PEP കാർബോക്സിലേസ. അതായത് ഇതിന്റെ പ്രൈമറി ആക്സെപ്റ്റർ എന്ന് പറയുന്നത് 3 കാർബൺ ഫോസ്ഫോ ഈനോൾ പൈറൂവേറ്റ് എന്ന കോമ്പൗണ്ട് ആണ്. 3 കാർബൺ ഇതാണ് ഫസ്റ്റ്. അപ്പോൾ ഡി ആണ് ഒന്നാമത് വരേണ്ടത്. ഡി ആണ് ഫസ്റ്റ്. സെക്കൻഡ്, കൺവേർഷൻ ഓഫ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ഇൻറ്റു മാലിക് ആസിഡ് എന്ന. അതായത് ഈ ഫസ്റ്റ് ഇതാണ് ഇനീഷ്യൽ കോമ്പൗണ്ട്. ഇതിനെ നേരെ
മാലിക് ആസിഡ്, അതായത് PEP-നെ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്ന ഫസ്റ്റ് സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റി. ആ ഓക്സാലോ അസറ്റിക് ആസിഡ് എന്തായി മാറി? മാലിക് ആസിഡ് എന്ന മറ്റൊരു 4 കാർബൺ കോമ്പൗണ്ട് ആയി മാറി. സോ വേണ്ടത് സെക്കൻഡ് ആണ്, ബി ആണ് വരേണ്ടത്, ബി. നെക്സ്റ്റ് ഇനി വരേണ്ടത് ദി ട്രാൻസ്പോർട്ട് ഓഫ് 4 കാർബൺ ഓർഗാനിക് ആസിഡ് ഇൻ ദ സെൽസ് ഹാവിംഗ് റുബിസ്കോ. അതാണ് വരേണ്ടത്. അതായത് നിങ്ങളൊരു കാര്യം ഓർക്കുക, ഹേച്ച് ആൻഡ് സ്ലേക്ക് പാത്വേ നടക്കുന്നത് എവിടെ വെച്ചാണ്? മീസോഫിൽ ആൻഡ് ബണ്ടിൽ ഷീത്ത് അല്ല, മീസോഫില്ലിലും ബണ്ടിൽ ഷീത്തിലുമാണ്. ഈ പാർട്ടൊക്കെ നടക്കുന്നത് നമ്മുടെ മീസോഫില്ലിലാണ്. ഇനിയുള്ളതാണ് ബണ്ടിൽ ഷീത്ത് സെൽസിലാണ്. അപ്പോൾ ഈ മാലിക് ആസിഡ് നേരെ എന്ത് ചെയ്യുന്നു? ഇവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അതാണ് അടുത്ത പോയിന്റ്. ട്രാൻസ്പോർട്ട് ഓഫ് 4 കാർബൺ ഓർഗാനിക് ആസിഡ് ഇൻറ്റു എവിടെ? ബണ്ടിൽ ഷീത്ത് സെൽസ്. ഇവിടെയാണ് റുബിസ്കോ ഉള്ളത്, ബണ്ടിൽ ഷീത്ത് സെൽസിലാ. ഇവിടെ വെച്ചാണ് C4 പാത്വേ ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ സി മൂന്നാമത് വരണം. നെക്സ്റ്റ് ഡീകാർബോക്സിലേഷൻ ഓഫ് C4 ആസിഡ്. അതായത് ബണ്ടിൽ ഷീത്ത് സെൽസിൽ വെച്ചിട്ട് നമ്മുടെ ഈ മാലിക് ആസിഡിന് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. ഇവിടെ എന്താ നടക്കുക? ഡീകാർബോക്സിലേഷൻ നടക്കുന്നു ഇവിടെ. അങ്ങനെ 3 കാർബൺ കോമ്പൗണ്ടായി മാറും. ആൻഡ് ലാസ്റ്റ് കൺവേർഷൻ ഓഫ് 3 കാർബൺ മോളിക്യൂൾ ഇൻറ്റു ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. അപ്പൊ ഇതാണ്. സോ നമ്മുടെ കീ വരേണ്ടത് നാലാമത്തതാണ്, ഓപ്ഷൻ 4. ഒരു കാര്യം ഓർമ്മിക്കണം, ഇത്തരം ക്വസ്റ്റ്യൻ വരുമ്പോൾ പല കുട്ടികളും ഇതിന് കുറേ ടൈം എടുക്കും, അല്ലെങ്കിൽ തെറ്റിക്കും. നിങ്ങളോട് ചിലപ്പോൾ സ്റ്റെപ്പ് നമ്മുടെ NCERT-യിൽ 5, 6, 7 ഒക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്റ്റെപ്പ് മാത്രമേ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുള്ളൂ. ചിലപ്പോൾ അതിനകത്തെല്ലാം തന്നിണ്ടാവില്ല. 1 തന്നിട്ട് പിന്നെ 3. ഇവിടെ തന്നെ നോക്കൂ, PEP കഴിഞ്ഞിട്ട് പിന്നെ മാലിക് ആസിഡാ, ഓക്സാലോഅസറ്റിക് ആസിഡ് തന്നിട്ടില്ല. അത് ആ സ്റ്റേറ്റ്മെന്റ് ഒരു വേർഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക. ഇതൊന്നും ഒരു കാരണവശാലും തെറ്റിക്കരുത്. ഇനി മറ്റൊരു പോയിന്റ്, ഇവിടെ പ്രധാനമായി നടക്കുന്ന പ്രോസസ്സ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള മെയിൻ പ്രോസസ്സ് ഏതൊക്കെ നിങ്ങൾ ഓർമ്മിച്ചു നോക്കൂ. ഇവിടെ ആദ്യം നടക്കുന്നത് കാർബോക്സിലേഷൻ ആണ്. ആരുടെ? PEP-ന്റെ കാർബോക്സിലേഷൻ ആണ്. അത് കഴിഞ്ഞാൽ രണ്ടാമത്തേത് സെക്കൻഡ് മീസോഫില്ലിൽ നിന്ന് ബണ്ടിൽ ഷീത്തിലേക്കുള്ള ട്രാൻസ്പോർട്ട് എന്ന ഒരു പ്രോസസ്സ് നടക്കുന്നു. തേർഡ് മൂന്നാമത്തേത് ബണ്ടിൽ ഷീത്ത് സെൽസിൽ ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. ഫോർത്ത് എന്ത് ചെയ്യുന്നു? വീണ്ടും ട്രാൻസ്പോർട്ട്. ആൻഡ് ഫിഫ്ത്ത് റീജനറേഷൻ ഓഫ് PEP. അപ്പൊ ഇത്രയുമാണ് ഇതിനകത്തുള്ള സ്റ്റെപ്സ്. ദാറ്റ് ഈസ് അബൌട്ട് ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ. ഈ പ്ലാന്റിനും ഉള്ള മറ്റൊരു പ്രത്യേകത ആണ്, നിങ്ങൾ പഠിച്ചു പ്രസൻസ് ഓഫ് ക്രാൻസ് അനാട്ടമി. ഇപ്പൊ ക്രാൻസ് അനാട്ടമി ഉള്ള പ്ലാന്റ്സ് ചോദിച്ചാൽ നിങ്ങൾ C4 പ്ലാന്റ്സ് മാത്രമേ പറയാവൂ. എന്താ ക്രാൻസ് അനാട്ടമി? അൺഡിഫറൻഷിയേറ്റഡ് മീസോഫിൽ ആൻഡ് ബണ്ടിൽ ഷീത്ത് സെൽസ് എന്ന് പറയും. അതും ഓർമ്മിക്കുക. ക്രാൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റീത്ത് പോലെ, പുഷ്പചക്രം പോലെയുള്ള പാർട്ടാണ് ക്രാൻസ് അനാട്ടമി. ഓക്കെ, നെക്സ്റ്റ് 103. Cesium chloride was used in centrifugation by Michelson and Stahl. നോക്കൂ, ഇതാണ് പോയിന്റ്. അപ്പൊ ഇത് എന്താണ് പ്രക്രിയ നിങ്ങൾക്കറിയാം. മിസൽസൺ ആൻഡ് സ്റ്റാൾ നമ്മുടെ ജെനറ്റിക്സിന്റെ സെക്കൻഡ് ചാപ്റ്ററിലുണ്ട്. DNA ഡ്യൂപ്ലിക്കേഷൻ റെപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഈ രണ്ട് പേര് 1958 1958 സ്റ്റാളും മിസൽസനും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് സെമി കൺസർവേറ്റീവ് മെത്തേഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ. ഫുള്ളി കൺസർവേറ്റീവ് അല്ല. എന്താ സെമി കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ട്രാൻഡ് പഴയതാണ്, മറ്റൊരു സ്ട്രാൻഡ് അവിടെ എന്തായിരുന്നു? പുതിയതാണ്. ഇതാണ് നമ്മുടെ സെമി കൺസർവേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നു.
ആ സെമി കൺസർവേറ്റീവ് മെത്തേഡാണ് മിസൽസണും സ്റ്റാളും ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ അതിനകത്ത് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ, DNA മോളിക്യൂൾസ് സെപ്പറേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ ചാർജ് അല്ല. നിങ്ങൾക്കറിയാം DNA എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ആണ്, അതല്ല അതിന്റെ ബേസ്. പ്രോട്ടീൻ മോളിക്യൂൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഓൺ ദ ബേസിസ്, അതും അല്ല. DNA മോളിക്യൂൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെൻസിറ്റി, കറക്റ്റ് ആണ്. ഡെൻസിറ്റി ഗ്രാഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ മോഡലിലാണ്, ഡെൻസിറ്റീനെ ബേസ് ചെയ്താണ് DNA നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്യുന്നു. പ്രോട്ടീൻസ് മോളിക്യൂൾ സെപ്പറേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സൈസ് അല്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യന്റെ കീ എന്ന് പറയുന്നത് ഏതായിരുന്നു? 3, മൂന്നാമത്തതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 104 സെലക്ട് ദ ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയർ. തെറ്റായത് ഇത് നമ്മുടെ മൈക്രോബ്സ്, നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ, +2ന്റെ 9ാമത്തെ ചാപ്റ്റർ മൈക്രോബ്സിലെ പോയിന്റാ. അവിടെ നിങ്ങൾ പഠിക്കുന്നുണ്ട് പല ആന്റിബയോട്ടിക്കുകളും പല കെമിക്കലും എങ്ങനെ ഹ്യൂമൻ വെൽഫെയറിന് ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാ. സ്ട്രെപ്റ്റോകൈനേസ് യൂസ്ഡ് ആസ് ക്ലോട്ട് ബസ്റ്റർ, കറക്റ്റ് ആണ്. ഇത് കറക്റ്റ് ആണ് പോയിന്റ്. പെക്റ്റിനേസ് ആൻഡ് പ്രോട്ടിയേസ് ഹെൽപ്പ് ക്ലാരിഫയിങ് ഫ്രൂട്ട് ജ്യൂസസ്, കറക്റ്റ്. സ്റ്റാറ്റിൻസ് യൂസ്ഡ് ആസ് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് അല്ല. അതാണ് പോയിന്റ്. സ്റ്റാറ്റിൻ ഉപയോഗിക്കുന്ന എന്തിനാണെന്നറിയോ? ബ്ലഡ് കൊളസ്ട്രോളിന്റെ ലോവറിങ്ങിനാ. അപ്പോൾ ഇതാണ് ആൻസർ. ഇത് തെറ്റാണ്, ഇൻകറക്റ്റ്ലി മാച്ച്ഡ് പെയറാണ്. അപ്പോൾ ഓർക്കുക, സ്റ്റാറ്റിൻ എന്തിനുപയോഗിക്കുന്നു? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ്, ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ആര്? സ്റ്റാറ്റിൻ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നു ഇമ്മ്യൂണോ സപ്രസീവ് എന്ന്. അത് കൊടുക്കുന്ന ആരാന്നറിയോ? സൈക്ലോസ്പോറിൻ എ, കേട്ടിട്ടുണ്ട്? സൈക്ലോസ്പോറിൻ എ ആണ് ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് ആർക്കാ? ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യന്റിന് കൊടുക്കും. എങ്കിലേ അവിടേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓർഗൻ ബോഡിയിൽ സ്യൂട്ട് ആവുകയുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനാണ് ഈ സൈക്ലോസ്പോറിൻ എന്ന് പറയുന്നത് എവിടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നു? നിങ്ങൾക്കറിയോ? ഒരു ഫംഗസിൽ നിന്നാണ്. അതൊക്കെ ചോദിക്കാം. ഒരു ഫംഗസ് എന്നാ, ആ ഫംഗസിന്റെ പേരാണ് ട്രൈക്കോഡെർമ എന്ന് പറയുന്ന ഒരു ഫംഗസ് എന്നാണ്. ആ ഫംഗസിൽ നിന്നാണ് സൈക്ലോസ്പോറിൻ എ എക്സ്ട്രാക്ട് ചെയ്യുന്നു. ട്രൈക്കോഡെർമ. പോളിസ്പോറം അതാണ് പൂർണ്ണ പേര് അല്ലേ? ഇസ് എ ഫംഗസ്. നോക്കൂ, അപ്പൊ കീ അതാണ്. ലിപ്പേസ് ഹെൽപ്ഫുൾ ഇൻ റിമൂവിങ് ഓയിലി സ്റ്റെയിൻസ്. അപ്പൊ 104ന്റെ ആൻസർ ഏതാണ്? 3 ആണ്, ഓപ്ഷൻ 3. 105 ഇന്ത്യ ഹാസ് മോർ ദാൻ 50,000 ജനറ്റിക്കലി ഡിഫറന്റ് സ്ട്രെയിൻസ് ഓഫ് റൈറ്റ്. ശരിയാണ്. ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിലുള്ളതാ. ഇത് ജനറ്റിക് ഡൈവേഴ്സിറ്റി, കറക്റ്റ് ആണ്. ഇത് ജനറ്റിക് ഡൈവേഴ്സിറ്റിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി ഡൈവേഴ്സിറ്റി അത് വേറെ ഉണ്ട് ബേസ് ചെയ്തിട്ട്. അതേപോലെ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി ഉണ്ട്. സ്പീഷ്യസ് ഡൈവേഴ്സിറ്റിക്ക് അത് നമ്മുടെ സെക്കൻഡ് പേജിൽ തന്നെ കൊടുത്തിരിക്കുന്നു. അതായത് വെസ്റ്റേൺ ഗാർഡ്സും ഉണ്ട്, നമ്മുടെ ഈസ്റ്റേൺ ഗാർഡ്സും ഉണ്ട്. ഈ വെസ്റ്റേൺ ഗാർഡ്സിൽ ആംഫീബിയയുടെ കേസ് ഗ്രേറ്റർ ദാൻ ആരാണ്? ഈസ്റ്റേൺ ഗാർഡ്സാ. അപ്പൊ ഈസ്റ്റേൺ ഗാർഡ്സിനേക്കാൾ ആംഫീബിയയുടെ ഡൈവേഴ്സിറ്റി കൂടുതലുള്ളത് എവിടെയാണ്? വെസ്റ്റേൺ ഗാർഡ്സിലാണ്. അതേപോലെ ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റിയാ. നമ്മളോരോ കൺട്രി വൈസ് എടുത്തു കഴിഞ്ഞാൽ, ഓരോ രാജ്യത്തിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്ത്യയിൽ ഡെസർട്ട് ഉണ്ട്, അതേപോലെ വരാൻ ഫോറസ്റ്റുകളുണ്ട്, വാട്ടർ ഫീൽഡുകളുണ്ട്. ഇതെല്ലാം ഗ്രേറ്റർ ആണ് ദെൻ ഡൈവേഴ്സിറ്റി വളരെ കൂടുതലാ ദെൻ സ്കാൻഡിനേവിയൻ കൺട്രീസ് ലൈക്ക് നോർവേ. NCERTയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, മാറിപ്പോകരുത്. സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയ നോർവേയേക്കാൾ
ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി കൂടുതൽ എവിടെയുണ്ട്? ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇന്ത്യ ഒരു കൺട്രിയാണ്, നോർവേ വേറൊരു കൺട്രിയാ, അതൊരു പോയിന്റ്. നെക്സ്റ്റ് 106 മൈക്രോപൈൽ ഓഫ് ഡൈക്കോട്ട് സീഡ്. എന്താണ് മൈക്രോപൈൽ? മൈക്രോപൈൽ ഈസ് എ മൈന്യൂട്ട് അപ്പർച്ചർ ഓർ പോർ. അതിസൂക്ഷ്മമായ ഒരു ഓപ്പണിംഗ് ആണ് ആര്? മൈക്രോപൈൽ. നിങ്ങൾക്കറിയാം, നിങ്ങൾ പഠിച്ചു ഒവ്യൂളിന്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒവ്യൂളിന്റെ ഓപ്പണിംഗ് ആണ് മൈക്രോപൈൽ. പക്ഷെ ഇവിടെ ഒവ്യൂൾ നല്ല ചോദിച്ചത് സീഡാ. അതും നിങ്ങൾ പഠിച്ചിരിക്കുന്നു. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഒവ്യൂൾ ഡെവലപ്പ് ഇൻറ്റു സീഡ്, ഓവറി ഡെവലപ്പ് ഇൻറ്റു ഫ്രൂട്ടാ. അപ്പോ ഒവ്യൂളിലും മൈക്രോപൈല്, സീഡിലും മൈക്രോപൈൽ. എന്താണ് മൈക്രോപൈൽ? ഡെവലപ്പ് ഫ്രം ഇന്റഗുമെന്റ്സ് ആൻഡ് ഫോം ദ സീഡ് കോട്ട്. തെറ്റാണ്. ഇന്റഗുമെന്റ് എന്ന് പറയുന്നത് ഒവ്യൂളിന്റെ കവറാണ്. ഒവ്യൂൾ ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ 1 or 2 layers. അതാണ് ഇന്റഗുമെന്റ്. ഔട്ടർ, ഇന്നർ. ഡൈക്കോട്ടിലാണെങ്കിൽ ഔട്ടർ ടെസ്റ്റ, ഇന്നർ ടെഗുമെൻ. കൺസിസ്റ്റ് ഓഫ് എംബ്രിയോണൽ ആക്സിസ് ആൻഡ് 2 കോട്ടിലിഡോൺസ്. അതൊന്നും മൈക്രോപൈലിന്റെ ഡെഫിനിഷൻ അല്ല. ഇത് ഡൈക്കോട്ടിനെ സംബന്ധിച്ച് കറക്റ്റ് ആണ്. ഫോംഡ് എ റിസൾട്ട് ഓഫ് ഡബിൾ ഫെർട്ടിലൈസേഷൻ അല്ല. ഫൗണ്ട് എബവ് ദ ഹൈലം ആസ് എ സ്മോൾ പോർ. അതാണ് പോയിന്റ്. ഇതൊരു ഹൈലത്തിന്റെ ഭാഗത്ത് കാണപ്പെടുന്ന ഒരു ഓപ്പണിംഗ് മാത്രമാണ്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? ആൻജിയോസ്പേമിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. നവാഷിൻ എന്ന സയന്റിസ്റ്റ് ആണ് കണ്ടെത്തിയത്. എന്താണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ? നിങ്ങൾ പഠിച്ചു ആൻജിയോസ്പേമില് പോളൻ ഗ്രെയിൻ കണ്ടെയ്ൻസ്. ഒരു പോളൻ ഗ്രെയിനില് 2 മെയിൽ ഗമീറ്റ് ഉണ്ട്. ഒരു ആദ്യത്തെ മെയിൽ ഗമീറ്റ് പോയി നേരെ ആരുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു? എഗ്ഗുമായി ഫ്യൂസ് ചെയ്യുന്നു. എഗ് ടു ഫോം സൈഗോട്ട്. ആൻഡ് സെക്കൻഡ് മെയിൽ ഗമീറ്റ് പോയി പോളാർ ന്യൂക്ലിയസുമായി കൂടിച്ചേരും, അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസ്. അപ്പൊ അവിടെ എന്തുണ്ടായി? പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉണ്ടായി. ഓക്കെ, അതാണ് പോയിന്റ്. ഇതാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഡബിൾ. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡബിൾ ഫെർട്ടിലൈസേഷന്റെ പ്രൊഡക്റ്റ് ഹാപ്ലോയിഡ് ആണോ, ഡിപ്ലോയിഡ് ആണോ, ട്രിപ്ലോയിഡ് ആണോ? ഡബിൾ ഫെർട്ടിലൈസേഷനിൽ സൈഗോട്ട് ഡിപ്ലോയിഡ് ആണ്. പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ട്രിപ്ലോയിഡ് ആണ്, 3N. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരാം. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? 4th ആണ് ഇതിന്റെ ആൻസർ. ദെൻ മാർക്ക് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ആസ് ട്രൂ ഓർ ഫാൾസ്. നോക്കൂ, നമ്മുടെ ഇക്കോളജിയിൽ 2 ചാപ്റ്ററെ പഠിക്കാണല്ലോ, ബോട്ടണിയിൽ 2 സുവോളജിയിൽ, ആകെ 4. അപ്പൊ ഇതില് എക്കോസിസ്റ്റത്തിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. 1, ഇതിൽ ഏതാണ് ട്രൂ, ഏതാണ് ഫാൾസ് എന്നാ? ഹ്യൂമസ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് ടു മൈക്രോബിയൽ ആക്ഷൻ അണ്ടർഗോ ഡീകമ്പോസിഷൻ അറ്റ് എക്സ്ട്രീംലി സ്ലോ റേറ്റ്. കറക്റ്റ് ആണ്. എന്താ ഹ്യൂമസ്? ബ്ലാക്ക് കളേർഡായ അമോർഫോ സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ കൊളോയിഡലായ സബ്സ്റ്റൻസ് ആണ് ആര്? ഹ്യൂമസ്. കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ്, ലോ ടെമ്പറേച്ചർ ആൻഡ് അനൈറോബയോസിസ് ഇൻഹിബിറ്റ് ഡികമ്പോസിഷൻ റിസൾട്ടിങ് ഇൻ ദ ബിൽഡപ്പ് ഓഫ് ഓർഗാനിക് മെറ്റീരിയൽസ്. അതും കറക്റ്റ് ആണ്. ടെമ്പറേച്ചർ ആൻഡ് സോയിൽ pH ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് റെഗുലേറ്റ് ദ ഡികമ്പോസിഷൻ. ടെമ്പറേച്ചർ ഉണ്ട്, സോയിലിന്റെ pH അല്ല. അവിടെ NCERT പറഞ്ഞിരിക്കുന്നത് മോയിസ്ചർ എന്നാണ്, ഈർപ്പം. അതാണ്, ഈർപ്പം ഉണ്ടെങ്കിലേ അവിടെ ഡീകമ്പോസിഷൻ നടക്കൂ. വേനൽക്കാലത്ത് ഡ്രയർ പീരീഡിൽ ഈർപ്പം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ ഇലകളെല്ലാം വീണ് മണ്ണിൽ പെട്ടെന്ന് ജീർണിക്കാത്തത്. അപ്പോൾ സി ഓപ്ഷൻ തെറ്റാണ്. ഡി, ഡികമ്പോസിഷൻ റേറ്റ് ഈസ് ഫാസ്റ്റ് ഇഫ് ദ detritus ഈസ് റിച്ച് ഇൻ ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ. യു ഹാവ് സ്റ്റഡീഡ്. ഡികമ്പോസിഷനെ കൺട്രോൾ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ക്ലൈമാറ്റിക് ഉണ്ട്, അതേപോലെ ഇന്റേണൽ ആയതുണ്ട്. ക്ലൈമാറ്റിക്കിലാണ് നമ്മൾ പറഞ്ഞ ടെമ്പറേച്ചറും മോയിസ്ചർ ഒക്കെ പറയും. ഇവിടെ ഡികമ്പോസിഷൻ ഫാസ്റ്റ് ആവും അത്രേ.
ഏത് ഡെട്രൈറ്റസ് റിച്ച് ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ, അതാണ് തെറ്റ്. ഇവിടെ ഫാസ്റ്റ് ആകണമെങ്കിൽ ആരൊക്കെ വേണമെന്നറിയോ? വാട്ടർ സോളുബിളായ കണ്ടന്റ് വേണം, അതേപോലെ നൈട്രജനും വേണം. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്ത് തെറ്റാണ്, ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് നമുക്ക് നാലാമത്തത് പറയാം. നോക്കൂ, ആൻസർ 4 ആണ്. നാലാമത്തതാണ് ആൻസർ. ഫസ്റ്റ് രണ്ടെണ്ണം ട്രൂ ആണ്, ലാസ്റ്റ് സിയും ഡിയും റോങ് ആണ്. ഇനി എപ്പോഴാണ് ഡീകമ്പോസിഷൻ ഫാസ്റ്റ് ആകുന്നത്? വാട്ടർ സോളുബിളും നൈട്രജൻ കോമ്പൗണ്ടും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ലിഗ്നിനും അതേപോലെ കൈറ്റിനൊക്കെ ഹാർഡ് സബ്സ്റ്റൻസസാ, മെറ്റീരിയലാ. അപ്പൊ ഡികമ്പോസിഷൻ റേറ്റ് അവിടെ എന്തായിരിക്കും? സ്ലോ ആയിരിക്കും. ദെൻ 108. ഇത് നോക്കൂ, ഇത് നമ്മുടെ പ്ലാന്റ് ഗ്രോത്തിൽ വരുന്ന പ്ലാന്റ് ഹോർമോൺസ്, ഫൈറ്റോ ഹോർമോൺസുമായി ബന്ധപ്പെട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പാറ്റേണാ. ഒരു സംശയം വേണ്ട, ഈ ചാപ്റ്ററിൽ നിന്ന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. 100% ഗ്യാരണ്ടി ഞങ്ങൾ അക്കാഡമി നിങ്ങൾക്ക് തരുന്നു. യാതൊരു സംശയം വേണ്ട, ഈ പാർട്ടിൽ നിന്ന്, ഈ ഹോർമോണിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഇത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഓക്കെ, ഈ പാർട്ട് ഒന്നും കൂടെ സൂക്ഷ്മമായി പഠിക്കൂ. ഓക്സിൻ ഫണ്ടമെന്റലായ ഹോർമോണാണ് ഓക്സിൻ. ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ, കറക്റ്റ് ആണ്, ഗേഷ്യസ് അല്ല. അപ്പോൾ ഓക്സിൻ എവിടെ നിന്നാണ്? ഫസ്റ്റ് ഐസൊലേറ്റഡ് ഫ്രം ഹ്യൂമൻ യൂറിൻ. സൈറ്റോകിനിൻ നോക്കൂ, എന്താണ് സൈറ്റോകിനിൻ? സൈറ്റോകിൻ എന്ന് പറയുന്നത് ഡിസ്കവേർഡ് ഫ്രം ഓട്ടോക്ലേവഡ് ഹെറിംഗ് സ്പേം DNA ട്രീറ്റ്മെന്റ് ആണ്. ആര്? സൈറ്റോകിനിൻ. ഗിബറിലിൻ സ്റ്റിമുലേറ്റ് സീഡ് ജെർമിനേഷൻ. എത്തിലിൻ ഇസ് എ ഗ്യാഷ്യസ് ഹോർമോൺ. സോ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? 2. സെക്കൻഡ് ആണ് ഇതിന്റെ ഓപ്ഷൻ. ശ്രദ്ധിക്കുക, ഇതുമായി ബന്ധപ്പെട്ട് ഏതും വരാം, മാച്ച്ഡ് വരാം, മിസ്മാച്ച്ഡ് വരാം. സോ ദിസ് ഈസ് അബൌട്ട് ഫങ്ഷനും ഡിസ്കവറിയും അബൌട്ട് പ്ലാന്റ് ഹോർമോൺസ്, ദാറ്റ് ഈസ് ഫൈറ്റോ ഹോർമോൺസ്. Read the given statement labeled as assertion and reason. Choose the correct option. Correct option എന്തൊക്കെ? ന്യൂക്ലിയോളസ് ഈസ് ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് അല്ല. ഇതെവിടെയാണെന്നറിയോ? നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിൽ സെൽ ആസ് ദ യൂണിറ്റ് ഓഫ് ലൈഫില് ന്യൂക്ലിയസിന്റെ പേജിന്റെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ന്യൂക്ലിയോളസ് ഈസ് ദ സൈറ്റ് ഓഫ് ആക്റ്റീവ് റൈബോസോമൽ RNA സിന്തസിസ് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. എന്താണ് ന്യൂക്ലിയോളസ്? ന്യൂക്ലിയസും ന്യൂക്ലിയോളസും പല കുട്ടികൾക്കും തെറ്റുപറ്റും. നമ്മളൊരു ന്യൂക്ലിയസ് വരയ്ക്കുന്നു, അതിനകത്ത് ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കും, എന്നിട്ട് ഇതിനെ ന്യൂക്ലിയോളസ് എന്ന് മാർക്ക് ചെയ്യും. അപ്പൊ എക്സാമിന് ചോദിക്കും, ഒരു ന്യൂക്ലിയസിൽ ഹൗ മെനി, എത്ര ന്യൂക്ലിയോളസ് ഉണ്ട്? NCERT കൃത്യമായി പറയുന്നു, ഈച്ച് ന്യൂക്ലിയസ് കണ്ടെയ്നിങ് 1 or more സ്പെരിക്കൽ സ്ട്രക്ചർ, അതാണ് ന്യൂക്ലിയോളസ്. 1 അല്ല സാർ കുട്ടികളെ, 1 അല്ല, 1 or more സ്പെരിക്കൽ സ്ട്രക്ചേഴ്സ്, അതാണ് ന്യൂക്ലിയോളസ്. ഫൊണ്ടാന എന്ന സയന്റിസ്റ്റ് ആണ് അത് കണ്ടെത്തിയത്, ന്യൂക്ലിയോളസ്. ക്ലിയർ? റീസൺ, ലാർജർ ആൻഡ് മോർ ന്യൂമറസ് ന്യൂക്ലിയോളൈ ആർ പ്രസന്റ് ഇൻ സെൽസ് ആക്റ്റീവ്ലി ക്യാരിയിങ് ഔട്ട് ലിപ്പിഡ്. അതും തെറ്റിച്ചു. അവിടെ ലിപ്പിഡ് അല്ല, പ്രോട്ടീൻ ആണ് വേണ്ടത്. ഈ ന്യൂക്ലിയോളസ് അല്ലെങ്കിൽ ന്യൂക്ലിയോളൈ ഉണ്ടായാൽ അവിടെ എന്താണ്? പ്രോട്ടീൻ സിന്തസിസ. ദാറ്റ് മീൻസ് ഇത് രണ്ടും തെറ്റല്ലേ? അസർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ ഏതാണ്? 4th, 4ാമത്തതാണ് ആൻസർ. വെജിറ്റേറ്റീവ് സെൽ ഓഫ് പോളൻ ഗ്രെയിൻ. സോ എന്താണ് പോളൻ ഗ്രെയിൻ? നിങ്ങൾ പഠിച്ചു, മെയിൽ ഗെമറ്റോഫൈറ്റ് ആണ് ആര്? പോളൻ ഗ്രെയിൻ. മെയിൽ ഗെമറ്റോഫൈറ്റിനെ നമുക്ക് പോളൻ ഗ്രെയിൻ എന്ന് പറയാം. ഇനി ആൻജിയോസ്പേമിന്റെ പോളൻ ഗ്രെയിനിൽ ഹൗ മെനി, എത്ര സെൽസ് ഉണ്ട്? സെക്കൻഡ് ഇയറിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ NCERT പറയുന്നു ഓവർ 60% ആൻജിയോസ്പേം. ഓവർ 60% ആൻജിയോസ്പേം ഷെഡ് ആസ് 2-celled എന്നാണ്.
60 ഓവർ 60യാ. ഇപ്പൊ റിമൈനിങ് ബാക്കിയുള്ളതിൽ എത്രയാ? 3 സെൽഡ് ആണ്. ഇത് രണ്ടും ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് ഇവിടെയുള്ള 2 സെൽസ്? ഇവിടെയുള്ള 2 സെൽസ് ഏതൊക്കെ? 1 വെജിറ്റേറ്റീവ്, ലാർജായ വെജിറ്റേറ്റീവ് അല്ലെങ്കിൽ ബിഗർ വെജിറ്റേറ്റീവും സ്മോൾ ആയ ജനറേറ്റീവ് സെൽസ്. ഇങ്ങനെ 2 സെൽസ് ആണ് അവിടെ ഉള്ളത്. വെജിറ്റേറ്റീവ് ആൻഡ് ജനറേറ്റീവ് സെൽ. ഓർമ്മിക്കൂ, 2 സെല്ല. അപ്പൊ 3 സെൽഡിൽ ഏതാണ്? 3 സെൽഡില് ഒരു വെജിറ്റേറ്റീവ് സെല്ലാണ്. ആൻഡ് നമുക്ക് ഈ തന്നിരിക്കുന്ന നമ്മുടെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗമീറ്റായി മാറി. മെയിൽ ഗമീറ്റ. അപ്പൊ അതാണ് 3 സെൽഡ. അപ്പൊ 3 സെൽഡ് ഈസ് ഈക്വൽ ടു 1 വെജിറ്റേറ്റീവ് സെൽ പ്ലസ് 2 മെയിൽ ഗമീറ്റ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. വെജിറ്റേറ്റീവ് സെൽ ഓഫ് പോളൻ ഗെയിൻ അത് ബിഗർ ആണ്. ഫ്ലോട്ട് ഇൻ ദ സൈറ്റോപ്ലാസം തിരിച്ചാ. ജനറേറ്റീവ് സെല്ല് ഇതിന്റെ സൈറ്റോപ്ലാസിൽ ഫ്ലോട്ട് ചെയ്യുക. അപ്പൊ അത് തെറ്റാണ്. ഹാസ് ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. വളരെ കറക്റ്റ് ആണ്. വെജിറ്റേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് ലാർജ് ആണ്, ഇറഗുലർ ഷേപ്പാ. പ്രൊഡ്യൂസ് മെയിൽ ഗമേറ്റ്സ് ബൈ മൈറ്റോസിസ്. വെജിറ്റേറ്റീവ് സെല്ല് അല്ല, ജനറേറ്റീവ്. അതും തെറ്റാ. സ്മോൾ നമ്പർ ഓഫ് സ്മോളർ ദാൻ തെറ്റാണ്. ലാർജറാ, ബിഗർ എന്നാ NCERT പ്രിന്റ് ചെയ്തത്. സോ നമ്മുടെ ആൻസർ കീ 2 ആണ്. സെക്കൻഡ് ആണ് ആൻസർ. ദെൻ റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അസേർഷൻ ആൻഡ് റീസൺ ആണ്. DNA റെപ്ലിക്കേഷൻ ഇൻ ഈ കോളി, എസ്കറേഷ്യ കോളി നമുക്കറിയാം. ഒരുപാട് സ്ഥലത്ത് +1ലും +2ലും നമ്മൾ ഈ ഒരു ബാക്ടീരിയനെ പഠിക്കുന്നുണ്ട്. ഈ കോളി ഇനീഷ്യേറ്റ് റാൻഡംലി അറ്റ് എനി പ്ലേസ് ഇൻ DNA. റോങ് ആണ്. എന്താ കാരണം എന്നറിയോ? ജെനറ്റിക്സിൽ വളരെ ക്ലിയർ അല്ലേ? അറ്റ് ഡെഫിനിറ്റ് ഏരിയ എന്നാണ് നമ്മുടെ NCERT പറയുന്നു. റാൻഡ് അല്ല, ഡെഫിനിറ്റ് ആണ് ട്ടോ. അതുകൊണ്ട് ഈ അസേർഷൻ തെറ്റാണ്. ഈ കോളി DNA ലാക്ക് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അതും റോങ്ങാ. കറക്റ്റ് ആയിട്ട് ഇയാൾക്ക് എന്തുണ്ട്? റെപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ അസർഷനും തെറ്റാണ്, റീസണും തെറ്റാണ്. സോ നമ്മുടെ ആൻസർ ഏത് വരണം? 4th, 4ാമത്തതാണ് ആൻസർ. ഓക്കെ. 112. വാട്ട് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂം ഫോം ന്യൂ ഓർഗാനിക് മാറ്റർ? ഇത് നമ്മുടെ എക്കോസിസ്റ്റത്തില് പ്രൊഡക്ടിവിറ്റി, ഒരു എക്കോസിസ്റ്റത്തിന്റെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതേപോലെ ഡികമ്പോസിഷൻ ഉണ്ട്, എനർജി ഫ്ലോ ഉണ്ട്, ന്യൂട്രിയന്റ് സൈക്ലിംഗ്, 4 ഉണ്ട്. അതിലൊന്ന് പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അവിടെ നെറ്റ് പ്രൈമറി ഉണ്ട്, ഗ്രോസ് പ്രൈമറി ഉണ്ട്. ഓരോന്നും അറിയാം നമുക്ക്. അപ്പൊ ഇതില് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നതല്ല. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ T1 ഉള്ളൂ. അതായത് പ്ലാന്റ്സിൽ മാത്രമേ ഗ്രോസ് ഉള്ളൂ. നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇതും കാണപ്പെടുന്നത് T1. അതൊക്കെ ക്വസ്റ്റ്യൻ വരും. T1. പിന്നെ എന്താ? സെക്കൻഡറി. അതാണ് ആൻസർ. എന്താണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി? റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ്. NCERT ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മുടെ പഴയ ഒരു എൻട്രൻസ് എക്സാമിന് ചോദിച്ചതാണ്. ആ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അപ്പൊ ഇതൊരു സൂപ്പർ ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യനാ. നല്ല പോയിന്റാ, ഓർമ്മിക്കുക. ഓക്കെ. ദെൻ 13. മാച്ച് ദ കോളം. ഇത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലാസ്റ്റ് ചാപ്റ്റർ ബയോളജിയിൽ. ആ ബയോഡൈവേഴ്സിറ്റിയിലെ ക്വസ്റ്റ്യൻ അവിടെ നമുക്കുണ്ട്. ലോസ് ഓഫ് സ്പീഷീസ്. സ്പീഷീസ് നശിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? പല കാരണങ്ങളുണ്ട് അവിടെ. ഫോറിൻ സ്പീഷീസ് വന്നതുണ്ട്, അതേപോലെ തന്നെ ക്ലൈമാറ്റിൻ്റെത്. അപ്പൊ ഇത്
ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വഗയായാലും ഡോഡോ ആയാലും സ്റ്റെല്ലേഴ്സ് ആയാലും തൈലാസീൻ ആയാലും ഇതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം NCERT കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് ഓർമ്മിക്കണം. ഒന്ന്, കാര്യമായിട്ട് നമ്മൾ തന്നെയാ ഓവർ പോപ്പുലേഷനാ പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ ഒരു കാരണമാണ്. പോപ്പുലേഷൻ എക്സ്പ്ലോയിറ്റേഷൻ. 2, അർബനൈസേഷൻ നഗരവൽക്കരണം. 3, ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം. ഇതിൻ്റെ ഒക്കെ ഫലമാണ് ഈ സ്പീഷീസ് നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എൻഡേഞ്ചേർഡ് ആവാനുള്ള കാരണം, നശിക്കാനുള്ള കാരണം. ഇനി നോക്കാം അത് ഏതൊക്കെ കൺട്രിയിലാണ് എന്ന. 1, ഓസ്ട്രേലിയ. ഇവിടെ ഓസ്ട്രേലിയയിൽ ഏത് സ്പീഷീസ് ആണ് എക്സ്റ്റിങ്ഷൻ? തൈലാസീൻ എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഓസ്ട്രേലിയയിൽ. അപ്പോൾ ഇവിടെ 4 വരണം. റഷ്യയിൽ ഏതാണ്? സ്റ്റെല്ലേഴ്സ് സീ കൗ ആണ്. മൗറീഷ്യസിൽ ആരായിരുന്നു? ഡോഡോ ബേർഡ്സ. ആഫ്രിക്കയിൽ ആരാണ്? ക്വഗ. അപ്പൊ നമ്മുടെ ആൻസർ 1 ആണ്. അപ്പൊ ഇത് മാച്ചാവ മിസ്മാച്ചാവ വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് പഠിക്കൂ. വീണ്ടും വരുന്നു സ്റ്റേറ്റ്മെന്റ് 114. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് സെലക്ട് ദി കറക്റ്റ് ഓപ്ഷൻ ആണ്. ലോവർ ദി ടാക്സ, മോർ ദി ക്യാരക്ടറിസ്റ്റിക് ദാറ്റ് ദ മെമ്പേഴ്സ് വിത്തിൻ ദ ടാക്സോൺ ഷെയർ. കറക്റ്റ് ആണ്. ഹയറാർക്കിയിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലോവർ ടാക്സയിൽ അത് കൂടുതലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് എ എന്നുള്ളത് കറക്റ്റ് ആണ്. ഹയർ ദ കാറ്റഗറി, ഗ്രേറ്റർ ഈസ് ദ ഡിഫിക്കൽട്ടി ഓഫ് ഡിറ്റർമൈനിങ് ദ റിലേഷൻഷിപ്പ് ടു ദി അതർ ടാക്സ അറ്റ് ദ സെയിം ലെവൽ. ഈ ഹയറാർക്കിയിൽ റാങ്ക് അല്ലെങ്കിൽ കാറ്റഗറി അത് കൂടുന്നതനുസരിച്ച് അവര് തമ്മിലുള്ള റിലേഷന്റെ കാര്യം ക്ലിയർ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കറക്റ്റാണ്. അപ്പൊ അതും ശരിയാണ്. അപ്പൊ ഇവിടെ രണ്ടും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് എയും ശരിയാണ്, സ്റ്റേറ്റ്മെന്റ് ബിയും ശരിയാണ്. അപ്പൊ നമുക്ക് ആൻസർ ഏതാണ്? 3, ഓപ്ഷൻ 3. ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ ഓർഗാനിസം ഷോൺ ബിലോ. അപ്പൊ ഇത് ഏതാണ് ഓർഗാനിസം? +1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ നമ്മുടെ 5 കിങ്ഡം പഠിച്ചു. ഇത് കിങ്ഡം പ്രോട്ടിസ്റ്റയിലാണ് വരുന്നത്. ഈ ഡയഗ്രാം കാണുമ്പോഴേക്ക് നിങ്ങളെ മനസ്സിൽ NCERTന്റെ ആ ഡയഗ്രാം കൃത്യമായിട്ട് മൈൻഡിൽ വരണം. ആ പ്രോട്ടിസ്റ്റയില് ഡൈനോഫ്ലജെല്ലൈറ്റ്സ് ആണിത്. ഇതേതാ കാറ്റഗറി? ഡൈനോഫ്ലജെല്ലൈറ്റ്സ് ആണിത് വരുന്നത്. ആ ഡൈനോഫ്ലജെല്ലൈറ്റിന്റെ എക്സാമ്പിൾ ആണ്. അതിന്റെ ടൈപ്പ് പ്രത്യേകത ഒക്കെ ഓർമ്മിക്കണം. നോക്കൂ, ഇൻസ്റ്റെഡ് ഓഫ് സൽവാൾ ഇറ്റ് ഹാസ് എ പ്രോട്ടീൻ ലിച്ച് ലെയർ കോൾഡ് പെല്ലിക്കിൾ. ഇത് പ്രോട്ടിസ്റ്റയിലുണ്ട്, പക്ഷെ ഇതിനല്ല. ഇത് തെറ്റാണ്. ഇത് ആർക്കാന്നറിയോ? ഇത് നമ്മുടെ യുഗ്ലീനയ്ക്കുള്ളതാ. യുഗ്ലീനയാണ്. പെല്ലിക്കിൾ ഉള്ളതുകൊണ്ട് ഫ്ലെക്സിബിൾ ആണ്. ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ ഓർഗാനിസം ആൻഡ് ഫോട്ടോസിന്തറ്റിക്. ഇത് ഫോട്ടോസിന്തറ്റിക്കാ, ഫ്രഷ് വാട്ടർ അല്ല. ഇതെന്തേ? മറൈൻ ആണ്. അപ്പൊ ബിയും തെറ്റാണ്. സെൽവാൾ ഹാസ് സ്റ്റിഫ് സെല്ലുലോസിക് പ്ലേറ്റ്സ് ഓൺ ദി ഔട്ടർ സർഫേസ്. കറക്റ്റ് ആണ്. 3rd ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് ഹെറ്ററോട്രോഫിക് ആൻഡ് ഫ്ലോട്ട് പാസീവലി ഇൻ വാട്ടർ കറന്റ്. അല്ല, ഇത് ഓട്ടോട്രോഫിക് ടൈപ്പ് ആണ്. അപ്പൊ ഇതും തെറ്റാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ഏതാണ്? 3rd. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ 3rd ആണ്. 3 ആണ് ഓപ്ഷൻ. ഓൺ ദി ബേസിസ് ഓഫ് following characters select the correct plant family from the option given below. നമുക്ക് പഠിക്കാനുള്ള 4 പ്ലാന്റ് ഫാമിലി. ആ ഫാമിലിന്റെ എല്ലാത്തിന്റെയും ക്യാരക്ടർ അറിയണം. ക്വസ്റ്റ്യൻസ് വരാം. അവിടെ ഫാമിലിന്റെ ക്യാരക്ടർ തന്നിട്ട് നിങ്ങളുടെ പ്ലാന്റിനെ സെലക്ട് ചെയ്യാൻ പറയും. വളരെ സിമ്പിൾ ആണ്. കൃത്യമായിട്ട് നമുക്കത് പഠിക്കാം.
നിങ്ങൾ പഠിച്ചതാണ്. ഒന്ന്, ഫ്ലവേഴ്സ് ആർ ബൈസെക്ഷൽ ആൻഡ് ആക്ടിനോമോർഫിക്. ഫ്ലവേഴ്സ് എന്തേ ബൈസെക്ഷൽ ആണ്, റേഡിയൽ സിമെട്രി ആക്ടിനോമോർഫിക് ആണ്. സെപ്പൽസ് 5 ആണ്, യുണൈറ്റഡ് ആണ്. വാൽവെയിറ്റ് ഈസ്റ്റുവേഷൻ 1 2 3 4 5, ഇതാ ഫ്യൂസ്ഡ് വാൽവെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിനെന്ത് പറയാ, ഗാമോസെപ്പാലസ്. ഫ്യൂസ് ചെയ്ത കണ്ടീഷൻ ഏതാണ്, ഗാമോസെപ്പാലസ് ആണ്. സ്റ്റേമൻസ് 5, എപ്പിപെറ്റാലസ്. അപ്പൊ ഉടനെ നിങ്ങളുടെ മനസ്സിൽ ഫോക്കസ് ചെയ്യണം, എപ്പിപെറ്റാലസ്, യെസ്, ഞങ്ങൾ സൊളനേസിയേ ഫാമിലിയിലുണ്ട്. സൊളാനം ട്യൂബറോസം, ഉരുളക്കിഴങ്ങ് കുടുംബം, പൊട്ടറ്റോ ഫാമിലി എന്ന് നമ്മൾ പറയുന്നു. പ്ലാസെന്റ സോളൻ വിത്ത് മെനി ഒവ്യൂൾസ് ആൻഡ് ആക്സൈൽ പ്ലാസന്റേഷൻ, ഏതാണ്, സൊളനേസിയേ. ലില്ലിയേസിയയില് 5 അല്ല, 3+3 അതല്ല. ഫേബേസിയയിലാണോ, അതുമല്ല, അവിടെയും അങ്ങനെയല്ല ഉള്ളത്. പിന്നെ പൊയേസിയേ, അത് ട്രൈമീറസില. അപ്പൊ ആൻസർ ഏതാണ്, സൊളനേസിയേ വരുന്നു. 115 116. ദെൻ 117, റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ അസേർഷനും റീസണാണ്. കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ആൻഡ് other materials is higher in the vacuole than in the cytoplasm of plant. ഇപ്പൊ പ്ലാന്റിന്റെ സെല്ല്, ആ സെല്ലില് നമ്മൾ വാക്യൂള് പഠിച്ചു. വാക്യൂളിന്റെ കവറിന്റെ പേരെന്താണ് അറിയാം, ടോണോപ്ലാസ്റ്റ്. ഒരു എക്സാമിന് ചോദിച്ചതാണ്. അപ്പൊ ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ എപ്പോഴും ഹയർ ആണ് ഇതിന്റെ സോല്യൂട്ട് കോൺസെൻട്രേഷൻ. അസേർഷൻ ശരിയാണ്. ഇൻ പ്ലാന്റ്സ് ടോണോപ്ലാസ്റ്റ് ഫെസിലിറ്റേറ്റ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഓഫ് അയോൺസ് ആൻഡ് അതർ മെറ്റീരിയൽസ് എഗെയിൻസ്റ്റ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതായത് ഇത് ലോവർ ആണ്, ഇത് ഹയറാ. അപ്പൊ ഹയർന്ന് ലോവറിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഏതാ മെത്തേഡ്, ആക്റ്റീവ് ആണ്. അപ്പൊ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. സോ ആൻസർ 1. ഇതിന്റെ ആൻസർ എന്താണ്, 1 ആണ്. വാക്യൂൾ പ്ലാന്റ് സെൽസ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കറിയാം. ഐഡന്റിഫൈ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ്. ഉടനെ ഓർമ്മ വരണം, ഇത് നമ്മുടെ +1 10ാമത്തെ ചാപ്റ്ററിൽ ഉള്ളതാണ്. ചാപ്റ്റർ 10, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഇത് മിയോസിസിലുള്ളതാണ്. മിയോസിസില് നേരത്തെ നമ്മൾ പറഞ്ഞു 2 കാരിയോകൈനസിസ്, 2 സൈറ്റോകൈനസിസ്. ആദ്യത്തെ കാരിയോകൈനസിസ്, അതായത് ഫസ്റ്റ് സെൽ ഡിവിഷൻ ആണ് റിഡക്ഷൻ ഡിവിഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. റിഡക്ഷൻ ഡിവിഷൻ ആണ്, RD റിഡക്ഷൻ ഡിവിഷനാ. അവിടെ പ്രൊഫേസ് 1 NCERT പ്രത്യേകത ഉണ്ട്. പ്രൊഫേസ് 1 ഈസ് ലോങ് ആൻഡ് കോംപ്ലക്സ് കമ്പയർ വിത്ത് ദി പ്രൊഫേസ് ഓഫ് മൈറ്റോസിസ് എന്നാണ്. അതിനെ 5 പാർട്ടായി ഡിവൈഡ് ചെയ്തു. ബിഹേവിയർ ഓഫ് ക്രോമസോം, അതും ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഫസ്റ്റ് പാരഗ്രാഫിൽ 3 ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കിറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ. ഇവിടെ ലെപ്റ്റോട്ടീൻ ചോദിച്ചില്ല, സൈഗോട്ടിന. റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ഹോമോലോഗസ് അല്ല, ഇത് നടക്കുന്നത് പാക്കിറ്റീൻ സ്റ്റേജിലാണ്. അതുകൊണ്ട് ഇത് തെറ്റാണ്. സൈഗോട്ടീനിലാണ് സിനാപ്റ്റോനീമൽ കോംപ്ലക്സ് ഉണ്ടാകേണ്ടത്, അപ്പോൾ അത് തെറ്റാണ്. പാക്കിറ്റീൻ സിനാപ്സിസ് ബിറ്റ്വീൻ ഹോമോലോഗസ് ക്രോമസോം അല്ല, ഇതുണ്ടാവുന്നത് സൈഗോട്ടീനിലാണ്. ക്ലിയർ ആയതാണ് പാക്കിറ്റീൻ, അപ്പോൾ ഇതും തെറ്റാണ്. ഡിപ്ലോട്ടീൻ കയാസ്മ ഈസ് ക്ലിയർലി വിസിബിൾ, ശരിയാണ്. ആ കോംപ്ലക്സ് അവിടെ ഡിസൊല്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ കയാസ്മ, എക്സ് ഷേപ്പ് കയാസ്മ ക്ലിയർലി വിസിബിൾ ആണ്, ശരിയാണ്. ഡയാകൈനസിസ് കൺഗ്രഷൻ ഓഫ് ഹോമോലോഗസ് ക്രോമസോം, അതും അല്ല. സോ ആൻസർ ഏതാണ്, 3. തേർഡ് ആണ് ഇതിന്റെ ആൻസർ, 3 ആണ്. 19.
ട്രൂ ഓർ ഫാൾസ്, സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇൻ C3 pathway photosynthesis, C3 പ്രൈമറി ആക്സെപ്റ്ററേസ് PEP തെറ്റല്ലേ? ആരാണ്? പെൻഡോസ് 5 കാർബണായ RUBP ആണ്. റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് എന്ന RUBP 5 കാർബണ. അപ്പൊ ഫസ്റ്റ് തെറ്റാണ്. കെമി ഓസ്മോസിസ് റിക്വയർ മെംബ്രെയിൻ പ്രോട്ടോൺ പമ്പ് ഗ്രാഡിയന്റ് ആൻഡ് ATP സിന്തേസ് കറക്റ്റ് ആണ്. ബി കറക്റ്റാ, കെമി ഓസ്മോട്ടിക്. സി സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറിലേഷൻ പെർഫോംഡ് കൊളാബറേഷൻ ഓഫ് സിസ്റ്റം 1 ആൻഡ് സിസ്റ്റം 2 വേണ്ട. അവിടെ ഏത് മാത്രമേ വേണ്ടൂ? സിസ്റ്റം 2 1 മാത്രമേ വേണ്ടൂ. അപ്പോൾ ഇതും തെറ്റാണ്. സെക്കൻഡും തേർഡ് തെറ്റാണ്. നോൺ സൈക്ലിക് ഫോട്ടോ ഫോസ്ഫോറസ് ഗ്രാനൽ തൈലക്കോഡ് ശരിയാണ്. അതെവിടെയാണ്? ഗ്രാനയിലാണ്. സോ നമ്മുടെ കീ എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഇതാണ് ഫസ്റ്റ് ഫാൾസ്, സെക്കൻഡ് കറക്റ്റ്, തേർഡ് ഫാൾസ്, ഫോർത്ത് കറക്റ്റ്. ഓപ്ഷൻ ഈസ് 2. Then 20. Which of the following statement is not true about male gametophyte in angiosperm? Male gametophyte ആണ് അല്ലേ? അതായത് പോളൻ ഗ്രെയിൻ ആണ് ഉദ്ദേശിച്ചത്, ഓർമ്മിക്കണം. മെയിൽ ഗെമറ്റോഫൈറ്റ് എന്ന് പറയുന്നത് ആരാണ്? പോളൻ ഗ്രെയിൻ. യെസ്. These are generally spherical structure, correct. Measured about 25 to 50 micrometer in diameter. Correct ആണ്. സെക്കൻഡ് ഇയർ NCERT. They had outer wall layer made up of sporopollen. Very good. ആ സ്പോറോപോളിന്റെ പ്രത്യേകത ഇതുള്ളത് കൊണ്ടാണ് പോളൻ ഗ്രെയിൻ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽ എന്നടക്കം പറയാം. ഇന്നർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ തിക്ക് ആൻഡ് കണ്ടിന്യൂസ് മേഡ് അപ്പ് ഓഫ് ലിഗ്നിൻ ആൻഡ് സുബറിൻ. തെറ്റല്ലേ? ഇവിടെ ലിഗ്നിൻ അല്ല, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ്. ഇത് എന്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു? ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഏത് പാർട്ടാണെന്നറിയോ? It is made up of cellulose and pectin. അപ്പോൾ ഇത് തെറ്റാണ്, തേർഡ് തെറ്റാണ്. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. നമ്മൾ തെറ്റാ ചോദിച്ചത്. ഓവർ 60% ആൻജിയോസ്പേം ഷഡ് 2 സെൽഡ്. ശരിയാണ്. സോ ഓപ്ഷൻ ഈസ് 3. കറക്റ്റ് 3 ആണ്. Then 121. All the given statement regarding Mendel experiment are true except ഒന്നൊഴികെ ബാക്കിയെല്ലാം ശരിയാ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ജെനറ്റിക്സിന്റെ. മെന്റലിന്റെ വർക്ക്, മെന്റലിന്റെ എക്സ്പെരിമെന്റ്, മെന്റൽ പയറിനെ സെലക്ട് ചെയ്തു. പിസം സറ്റൈവം എന്ന് പറയുന്ന ഗാർഡൻ പീന മെന്റൽ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം മെന്റൽ സെലക്ട് ചെയ്ത 7 pairs of characters. ഓർമ്മിക്കുക, എല്ലാം ക്വസ്റ്റ്യൻ ആണ്. 1. Mendel conducted hybridization experiment on garden pea for 7 years between 1856 and 63. Statement correct ആണ്. For the first time he applied mathematical logic and statistical analysis. Correct ആണ്. His experiment had a very small sampling size which gave greater credibility to the data that he collected. തെറ്റാ. വെരി സ്മോൾ അല്ല, ലാർജ് ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവിടെ ലാർജ് ആണ്. മെന്റൽ സെലക്ടഡ് 14 true breeding pea plant എന്ന് പറഞ്ഞാൽ 7 pairs. ഇതും ശരിയാണ്. സോ 121ന്റെ ആൻസർ അതാണ്. 3 ആണ് അതിന്റെ ആൻസർ. ഓക്കെ. സ്റ്റഡി ദ ഗിവൺ പെഡിഗ്രി ചാർട്ട് ഓഫ് എ ഫാമിലി ഫോർ എ പർട്ടിക്കുലർ ട്രൈറ്റ് വിച്ച് ദ ഷെയ്ഡഡ് വൺസ് റെപ്രസെന്റ് ദ ട്രൈറ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺക്ലൂഷൻസ് ക്യാൻ ബി ഡ്രോൺ ഫ്രം ദ ചാർട്ട്? 1. ട്രൈറ്റ് മേ ബി ഓട്ടോസോമൽ റെസസീവ്. ഇത് ഓട്ടോസോമൽ റെസസീവ് ചാൻസ് കുറവ് എന്നേ പറയാൻ പറ്റുള്ളൂ. അഥവാ വേണ്ട, ഇത് ചാൻസ് ഇല്ല, പോസിബിൾ അല്ല. ഡിസോർഡർ ലൈക്ക് കളർ ബ്ലൈൻഡ്, ഇറ്റ് ക്യാൻ ബി എക്സാമ്പിൾ ഓഫ് സച്ച് പെഡിഗ്രി.
ഒരിക്കലും ഒന്നും രണ്ടും കൂടെ സൂട്ടാവില്ല. കാരണം ഒന്നാമത്തേത് പറയുന്നു ഓട്ടോസോമൽ റെസസീവ, കളർ ബ്ലൈൻഡ് എന്ന് പറയുന്നത് എക്സ് ലിങ്ക്ഡാ, അതായത് സെക്സ് ലിങ്ക്ഡ് ആണ്, എക്സ് ലിങ്ക്ഡാ. സോ ഒരിക്കലും അത് പോസിബിൾ അല്ല. അവിടെ ആണോ ഒന്നും രണ്ടും കൂടെ ഒരു ഗ്രൂപ്പിൽ വരുന്നില്ല. ദ ഇൻഡിവിജ്വൽ represented by F1, അതായത് 4 can never homozygous. അതെന്തല്ല, നെവർ ഹോമോസൈഗസ് അല്ല. യെസ്, the trait under the study cannot be X-linked disease. ഇതെന്തല്ല, എക്സ് ലിങ്ക്ഡ് ഡിസീസ് അല്ല, എക്സ് ലിങ്ക്ഡ് അല്ല എന്ന്. അപ്പൊ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസാ. നിങ്ങളൊരു കാര്യം ഓർമ്മിക്കുക, ഇത്തരം ക്വസ്റ്റ്യൻസ് കൂടുതലും നമ്മുടെ NCERT കൊടുത്തിരിക്കുന്ന 2 ഡയഗ്രത്തിനാണ് പോസിബിലിറ്റി 99.9%. ഇത് നിങ്ങൾക്കൊരു പ്രാക്ടീസിന് തരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങളത് വളരെ ക്ലിയർ ആയി ചെക്ക് ചെയ്യണം. ഇവിടെ പാരൻസിൽ ഒന്നാമത്തേത് അഫക്റ്റഡാ, അപ്പൊ അത് മെയിലാണ്, മെയിൽ അഫക്റ്റഡ് ആയി. ഫീമെയിൽ അഫക്റ്റഡ് അല്ല, ഫീമെയിൽ നമുക്ക് അവിടെ ഇങ്ങനെ എഴുതണം. ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ക്രോസ് ചെയ്യണം. അത് ക്രോസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഡാറ്റ അനാലിസിസ് ചെയ്യുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഒന്നാമത്തേത് റെസസീവിന് ചാൻസ് കുറവാ. റെസസീവ് ആവണമെങ്കിൽ ഇവിടെയും ഇവിടെ മെയില് പാരൻസില് മദറും അങ്ങനെ വരണം, എങ്കിലേ വരത്തുള്ളൂ. അതില്ല, അതുകൊണ്ട് തന്നെ സെക്സ് ലിങ്ക്ഡ് അല്ല. പിന്നെ ഇൻഡിവിജ്വൽ റെപ്രസെന്റ് F1 നെവർ ബി ഹോമോസൈഗസ്, ഹോമോസൈഗസ് അല്ല. ട്രൈറ്റ് അണ്ടർ സ്റ്റഡി കനോട്ട് ബി എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ്, അത് ശരിയാ. ഇത് എക്സ് ലിങ്ക്ഡ് ഡോമിനന്റ് അല്ല. അപ്പൊ ഇതില് തേർഡ് ആൻസർ ആയിട്ട് പരിഗണിക്കാം. സമാനമായ ക്വസ്റ്റ്യൻസ് പലതിലുണ്ട്. ഇപ്പൊ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഇത് ഓപ്ഷൻ കാണാം, 4th ഓപ്ഷൻ കാണാം, അതിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. കറക്റ്റ് നമ്മുടെ ബയോളജീന്റെ ഒരു ട്രാക്കിൽ പോയാൽ നമുക്ക് ഇതിൽ തേർഡ് മാത്രമേ ആൻസർ കീ ആയിട്ട് പറയാൻ കഴിയുകയുള്ളൂ. ഓക്കെ, റീഡ് ദ ഗിവൺ ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് എ. നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻ, നോൺ സ്റ്റിക്കി, well exposed stamen, absence of nectar, flowers are packed in inflorescence on the basis of above. ഇത് ഏതിനാണ് വേണ്ടത്? എ. വാട്ടറിനല്ല, വാട്ടറിൽ അവിടെ കുറവാ. ഇൻസെക്റ്റ് ആണെങ്കിൽ സ്റ്റിക്കിയ, ബാറ്റിന് നെക്ടർ, കളർ വേണം, ഫുഡ് വേണം. അപ്പൊ ആൻസർ ഏതാണ്? വിൻഡാണ്. അനിമോഫിലി എന്നാ പറയാ, വിൻഡ് പോളിനേഷൻ, അനിമോഫിലി. സോ അനിമോഫില്ലസ് ഫ്ലവേഴ്സ് നോൺ സ്റ്റിക്കി ആണ്, വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻ ആണ്. സോ ആൻസർ ഈസ് 3. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ആന്ത്രോപോജീനിക്? എന്താണ് ആന്ത്രോപോജീനിക്? മാൻമെയ്ഡ് എക്കോസിസ്റ്റം, മാൻമെയ്ഡ് എക്കോസിസ്റ്റം ആണ്. നോട്ട് ദ ക്യാരക്ടർ എന്നാണ്. ദേ പൊസസസ് സെൽഫ് റെഗുലേറ്ററി മെക്കാനിസം, ശരിയല്ലേ? നോട്ട് ദി ക്യാരക്ടർ ആണ്, ഇതതിന്റെ ക്യാരക്ടർ അല്ല. ഒരിക്കലും നമുക്ക് അങ്ങനെ പറ്റില്ല. അപ്പോൾ ഇതാണ് ആൻസർ. ദേ ഹാവ് ലിറ്റിൽ ഡൈവേഴ്സിറ്റി, ഹൈ പ്രൊഡക്ടിവിറ്റി, സിമ്പിൾ ഫുഡ് ചെയിൻ. സോ 24ന്റെ ആൻസർ 1 ആണ്. ഓക്കെ, 25. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ്, which of the following option has the organisms that show interaction called commensalism? So what is, എന്താണ് commensalism? നിങ്ങൾ പഠിച്ചു നമ്മുടെ NCERT-യിൽ ഓർഗാനിസംസ് ആൻഡ് പോപ്പുലേഷൻ ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ചാർട്ട് നിർബന്ധമായും ഓർത്തു വെക്കുക. പല എക്സാമുകളിലും ആ ചാർട്ടിനെ ബേസ്, ചാർട്ട് മാത്രം വെച്ചിട്ട് വരാറുണ്ട്. 2 ടൈപ്പ് ഇന്ററാക്ഷൻ ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്.
പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഈ പോസിറ്റീവിൽ വരുന്നതാണ് മ്യൂച്വലിസവും അതേപോലെ കമൻസാലിസവും. ബാക്കിയെല്ലാം ഉള്ളത് നെഗറ്റീവിലാണ്. കോമ്പറ്റേഷൻ ആയാലും പ്രിഡേഷൻ ആയാലും പാരസിറ്റിസമായാലും അമൻസാലിസമായാലും നെഗറ്റീവ് ഇന്ററാക്ഷൻ ആണ്. സോ ഇത് കമൻസാലിസമാണ്. കമൻസാലിസത്തില് അവിടെ ഒരു പാർട്ട്ണറിന് പോസിറ്റീവാണ്, മറ്റൊരാൾക്ക് ന്യൂട്രലാണ്. നൈദർ ഹാംഫുൾ നോർ യൂസ്ഫുൾ, ഗുണമില്ല ദോഷവുമില്ല. ഓപ്ഷൻ എ ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഫിഗ് ആൻഡ് വാസ്പാണ്. ഫിഗ് എന്ന് പറയുന്നത് അത്തിയാണ്, നമ്മുടെ അത്തിപ്പഴം ഫിഗ് അതാണ് വരുന്നത്. വാസ്പ് ഈച്ച കടന്നലാണ്. അപ്പൊ ഫിഗും വാസ്പും വരുന്നത് മ്യൂച്വലിസമാണ്. ഇവിടെ രണ്ടു പേർക്കും പോസിറ്റീവാണ്. ഇതല്ല ആൻസർ. ഓർക്കിഡ് ഗ്രോയിങ് ഓൺ മാംഗോ ട്രീ, അതാണ് ഇവിടെ. ഓർക്കിഡിന് പോസിറ്റീവാണ്, ഇതിനെന്ത് 0 ആണ്. എക്സാമിന് ഇങ്ങനെയും വരാം. കുക്കു ആൻഡ് ക്രോ, ഇത് പാരസിറ്റിസമാണ്. ബ്രൂഡ് പാരസിറ്റിസം എന്നാ പറയാ. ബ്രൂഡ്, സ്വന്തമായി കൂടുകൂട്ടാത്ത പക്ഷിയാണ് കുക്കു, കൊയിൽ. ആ കുയിലെവിടെ? കാക്കയുടെ കൂട്ടിൽ മുട്ടയിടുന്നു. അപ്പൊ ഇവിടെ കുയിലിന് പോസിറ്റീവാണ്, കാക്കയ്ക്ക് നെഗറ്റീവാണ്. ബ്രൂഡ് പാരസിറ്റിസമാണ്, പാരസൈറ്റ് ആണത്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ ഇവിടെ ഏതാണ്? 2. സെക്കൻഡ് ആണ് ഇതിന്റെ ആൻസർ. അതാണ് കമൻസാലിസം. ദാറ്റ് ഈസ് കമൻസാലിസ്. അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണത്. മാച്ച് ദ ഫോളോയിങ് കോളം 1 ആൻഡ് കോളം 2. RNA പോളിമറൈസ്. ഇത് നമ്മുടെ പ്രോട്ടീൻ സിന്തസിസുമായി ബന്ധപ്പെട്ട് മോളിക്കുലാർ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. RNA പോളിമറൈസ് 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. RNA 1 ഉണ്ട്, പോളിമറൈസ് 1, പോളിമറൈസ് 2 ആൻഡ് പോളിമറൈസ് 3. ഫോർ എക്സാമ്പിൾ എ RNA പോളിമറൈസ് 1, ഇത് 5.8s, 18s, 28s rRNA, ഇതാണ് വേണ്ടത്. 3 ആണ്. RNA പോളിമറൈസ് 2, RNA പോളിമറൈസ് 2, ഇതാ ഹെറ്ററോ HNRNA. അപ്പോൾ ഇതെന്ത്? tRNA. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിന്റെ കീ ആയിട്ട് നമുക്ക് പറയാൻ ഒക്കുന്നത് 2 ആണ്. ഇതിന്റെ കീ ഏതാണ്? 2 ആണ്. 2 ആണ് ഇതിന്റെ കീ. 2 ആണ് അതിന്റെ കീ, ഓർമ്മിക്കൂ 2. ആൻഡ് മറ്റൊരു പ്രത്യേകത, RNA പോളിമറൈസ് എവിടെയാണ് സിന്തസിസ് ചെയ്യുന്നത്? എവിടെയാണ് അത് ഉണ്ടാക്കപ്പെടുന്നത്? RNA polymerase 1 that can be produced or synthesized in the nucleolus. ക്വസ്റ്റ്യൻ വരാം, അത് ന്യൂക്ലിയോളസാ. എന്നാൽ പോളിമറൈസ് സെക്കൻഡും അതേപോലെ നമ്മുടെ പോളിമറൈസ് തേർഡും, സെക്കൻഡും തേർഡും വരുന്നത് ന്യൂക്ലിയോപ്ലാസത്തിലാണ്. ന്യൂക്ലിയോപ്ലാസം, ഇവിടെയാണ് സെക്കൻഡ് ആൻഡ് തേർഡ് വരുന്നത്. ഓക്കെ, ഇനി RNA പോളിമറൈസ് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന സി, അതായത് തേർഡ് tRNA മാത്രല്ല, rRNA ഉണ്ട്, snRNA, അതെല്ലാം RNA 3 ബന്ധപ്പെട്ടതാണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് അവിടെ വരാം. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ന്യൂക്ലിയോസോം പ്രസന്റ് ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ഡിപ്ലോയിഡ് യൂകാരിയോട്ടിക് സെൽ വിച്ച് possesses 3.3 × 10⁻⁹ ബേസ് പെയർ. ഇത് നമ്മുടെ മോളിക്കുലാർ ബേസിസിലുള്ളതാ. ഇവിടെ നല്ലൊരു മാത്തമാറ്റിക്കൽ സ്കില്ല് നിങ്ങൾ കാണിക്കണം. ഒപ്പം നമ്മുടെ ബയോളജിന്റെ ഒരു കറക്റ്റ് മെമ്മറി കൊടുക്കണം. ഒരു ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് 200 ബേസ് പെയർ ആണ്. ഉടനെ നിങ്ങളെ 1 മിനിറ്റ് സമയം ഇല്ല, നമുക്കൊരു ക്വസ്റ്റ്യൻ ഓർമ്മിക്കണം. ആ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഉടനെ മൈൻഡ് അവിടെ എത്തിക്കണം.
ഒരു ബേസ് പെയർ എന്ന് പറയുന്നത് 200 ബേസ് പെയർ ആണ് ഒരു ന്യൂക്ലിയോസോമില്. ഒരു ന്യൂക്ലിയോസോമില് 200 ബേസ് പെയർ ആണ് എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പെയറിനെ ബേസ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? ഒരു ബേസ് പെയർ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/200 അല്ലേ വരുന്നത്? 1/200 ആണ് വരുന്നത്. ദെൻ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന എത്രയാ? 3.3 × 10⁻⁹ ബേസ് പെയറാ. സോ 1/200 ഇൻറ്റു 3.3 ഇൻറ്റു 10⁻⁹ ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് വരുന്ന ആൻസർ എത്ര? 1.65 ഇൻറ്റു 10⁻⁷. ഇവിടെ 9 അല്ലേ? അപ്പൊ 200ന്റെ 00 അല്ലേ? അപ്പൊ വരുന്നു 10⁻⁷. സോ നമ്മുടെ ആൻസർ ഏതാണ്? 4. കറക്റ്റ് ആൻസർ 4 ആണ്. നല്ല ക്വസ്റ്റ്യൻ, ഓർമ്മിക്കുക ഇത്തരത്തിലുള്ള കാൽക്കുലേഷൻ. 128 കഴിഞ്ഞ നീറ്റിന്റെ ഡയഗ്രാം, കഴിഞ്ഞ നീറ്റിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഈ ഡയഗ്രത്തിനെ ബേസ് ചെയ്ത് 2025 നീറ്റിൽ ചോദിച്ചിരിക്കുന്നു. ഐഡന്റിഫൈ ദ കറക്റ്റ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദ ഗിവൺ ഫിഗർ. ഇത് കാണുമ്പോഴേക്ക് നിങ്ങളുടെ മെമ്മറിയിൽ വരണം, ഇത് വിൻഡ് പോളിനേഷനുമായി ബന്ധപ്പെട്ടതാണ്. അനിമോഫിലി അതാണിത്. വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ് ഇൻഫ്ലോറസൻസ് ഷോയിങ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസ്. കറക്റ്റ് അല്ലേ? സെക്കൻഡ്, വാട്ടർ പോളിനേറ്റഡ് അല്ല, ഇത് വാട്ടർ പോളിനേറ്റഡ് അല്ല, തെറ്റാണ്. ക്ലിസ്റ്റോഗാമസ് ഫ്ലവർ. എന്താ ക്ലിസ്റ്റോഗാമസ്? വാട്ട് ഈസ് ക്ലിസ്റ്റോഗാമസ്? ക്ലിസ്റ്റോഗാമസ് എന്ന് പറഞ്ഞാൽ ദി ഫ്ലവർ ഓർ ഫ്ലവർ ബഡ് വിച്ച് ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ഒരിക്കലും ഓപ്പൺ ചെയ്യാത്ത ഫ്ലവറുകളെ നമുക്ക് എന്ത് പറയാ? ക്ലിസ്റ്റോഗാമസ്. ഇത് ക്ലിസ്റ്റോഗാമസാ. ക്ലിസ്റ്റോഗാമസ് ഫ്ലവറിൽ മാത്രമേ കംപ്ലീറ്റ് ഓട്ടോഗമിയുള്ളൂ, വേറെ ഒരു സ്ഥലത്തും ഇല്ല. ശ്രദ്ധിക്കുക. അപ്പൊ അതല്ല ആൻസർ. ഓക്കെ, ഷോയിങ് ഓട്ടോഗമി അതല്ലല്ലോ ഈ ക്വസ്റ്റ്യൻ. ദെൻ അപ്പൊ അതിവിടെ തെറ്റാ. കോമ്പാക്ട് ഇൻഫ്ലോറസൻസ് ഷോയിങ് കംപ്ലീറ്റ് ഓട്ടോഗമി. കോമ്പാക്ട് ആണോ? യെസ്. അപ്പൊ അതുമല്ലല്ലോ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, ഒന്നാമത്തതാണ്. ഫസ്റ്റ് ആണ് ഓപ്ഷൻ. ഓർക്കുക, ക്ലിസ്റ്റോഗാമസും കാസ്മോഗാമസും ഒക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നു. 2 ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആണ്. ദെൻ ലോ BOD വാല്യൂ നമ്മുടെ ഇഷ്യൂസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇഷ്യൂസ് മീൻസ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് ആണ്, ഹെൽത്ത് ഒക്കെ ബന്ധപ്പെട്ട് പറയാറുണ്ട്. BOD എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ് BOD. അപ്പൊ BOD വാല്യൂ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നു? ലോ ആണ്. BOD വാല്യൂ ലോ ആണ് എന്ന് പറഞ്ഞാൽ BOD കൂടുന്നതനുസരിച്ച് ഓക്സിജന്റെ അളവ് കുറയും, പൊല്യൂഷൻ കൂടുന്ന. BODന്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് ഓക്സിജന്റെ കണ്ടന്റ് കൂടും. ഓക്കെ, എന്ന് പറഞ്ഞാൽ ലോ BODയില് ഹൈ ഓക്സിജനാ, ലോ പൊല്യൂഷനാ. അപ്പൊ ഒന്ന് തെറ്റാണ്, സെക്കൻഡ് ആണ് ആൻസർ. ലോ BODക്ക് അത് സെക്കൻഡ് ആണ് ആൻസർ. ഓക്കെ, എപ്പിഫൈറ്റ് ഗ്രോയിങ് ഓൺ മാംഗോ. എപ്പിഫൈറ്റ് ഗ്രോയിങ് ഓൺ മാംഗോ. ഓക്കെ, നമ്മൾ 125 പറഞ്ഞ അതിന്റെ വേറൊരു ടൈപ്പാ, അതും ഇതേ ടൈപ്പാ വരുന്നത്. എപ്പിഫൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ്? ഏതാണ്? കമൻസാലിസം. ഇവിടെ എപ്പിഫൈറ്റ് പോസിറ്റീവ് ആണ്, മാംഗോ എന്നുള്ളത് ന്യൂട്രൽ ആണ്. പിന്നെ കോമ്പറ്റീഷൻ മത്സരം നെഗറ്റീവ് ആണ്. എന്താണ് പ്രോട്ടോ കോപ്പറേഷൻ? എന്താണ് മ്യൂച്വലിസം? മ്യൂച്വലിസം എന്ന് പറയുന്നത് ബോത്ത് പാർട്ട്നേഴ്സ് ആർ ബെനിഫിറ്റഡ് ആണ്. മ്യൂച്വലിസം 2 ടൈപ്പ് ഉണ്ട്. ഒബ്ലിഗേറ്റ് മ്യൂച്വലിസം ഉണ്ട്, ഫാക്കുൾട്ടേറ്റീവ് മ്യൂച്വലിസം ഉണ്ട്. ആ ഫാക്കുൾട്ടേറ്റീവ് മ്യൂച്വലിസത്തിന്റെ മറ്റൊരു പേരാണ് പ്രോട്ടോ കോഓപ്പറേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതും ശരിയാണ്. ഇവിടെയും 2 പോസിറ്റീവ് ആണ്, ഇവിടെയും 2 പോസിറ്റീവ് ആണ്.
ഹിസ്റ്റോറിക് കൺവെൻഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി വേൾഡ് എർത്ത് സമ്മിറ്റ് ഫസ്റ്റ് എവിടെയാ? റയോ ഡി ജനറിയോ, ബ്രസീൽ, 1992. എവിടെയാണ്? ബ്രസീൽ 1992 ഫസ്റ്റ്. റീഡ് ദ സ്റ്റേറ്റ്മെന്റ്. 4 സ്റ്റേറ്റ്മെന്റ് ആണ്. There is a linear relationship between light and carbon dioxide fixation rate at low light intensity but not high light intensity. ഇത് നമ്മുടെ ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട ഫോട്ടോസിന്തസിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾ പഠിച്ചു ബ്ലാക്ക് മാന്റെ ഒരു ലോ ഉണ്ട്. എന്താ ലോയുടെ പേര്? ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടർ. 1905 ആ ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ഫോട്ടോസിന്തസിനെ എല്ലാ അതർ റിയാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു ഫാക്ടർ ലിമിറ്റഡ് ആയി അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റഡ് ഫാക്ടർ ആണ് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. ഇന്റേണല്, എക്സ്റ്റേണല്. ദർ ഇസ് എ ലീനിയർ. അപ്പൊ ഇവിടെ കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്. ബി, കറന്റ് അവൈലബിലിറ്റി ഓഫ് കാർബൺ ഡയോക്സൈഡ് ലിമിറ്റിംഗ് ടു ദ C3 പ്ലാന്റ്സ്. ശരിയാ. ബിക്കോസ് ദേ ഷോ കാർബൺ ഡയോക്സൈഡ് സാച്ചുറേഷൻ 360. തെറ്റല്ലേ? അയാൾക്ക് 60 അല്ല. C3ന്റെ കാർബൺ ഡയോക്സൈഡ് സാച്ചുറേഷൻ എന്ന് പറയുന്നത് 450 മൈക്രോ ലിറ്ററാ. C4നാണ് 360. അപ്പോൾ ഓപ്ഷൻ ബി എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ ബി തെറ്റാണ്. സി, light reactions of photosynthesis are less affected by temperature as compared to dark reaction. ശരിയാ. ലൈറ്റ് ഇന്റൻസിറ്റി തന്നെ നടക്കും. അത് ശരിയാ. ഡി, as a factor water mainly show indirect effect. കാരണം സെൽസിന്റെ ടെർജിഡിറ്റിയാ. നേരിട്ട് വേണ്ട, ടെർജിഡിറ്റിയാ. കറക്റ്റ് അല്ലേ? സോ എ, സി, ഡി, ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ആണ് അവിടെ. Consider the following statement regarding internal structure of dicot and monocot stem. In a dicot stem, vascular bundles are arranged in a ring. Correct ആണ്. Monocot scattered. അതും correct ആണ്. Option 1 correct ആണ്. 1 correct ആണ്. Cambium present in dicot stem vascular bundle, absent in monocot. Correct. ഇത് ഉള്ളത് കൊണ്ട് അതിനെ ഓപ്പൺ എന്നും ഇല്ലാത്തത് കൊണ്ട് ക്ലോസ് എന്നും പറയാറുണ്ട്. മെഡുലറി റൈസ് ആർ പ്രസന്റ് ഇൻ ഡൈക്കോട്ട് സ്റ്റെം ബട്ട് ആബ്സെന്റ് ഇൻ മോണോക്കോട്ട് സ്റ്റെം. കറക്റ്റ്. സെക്കൻഡറി ഗ്രോത്ത് ഒക്കർ ഡൈക്കോട്ട്, ഡു നോട്ട് ഇൻ മോണോക്കോട്ട്. എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? സോ ഓപ്ഷൻ 3. ഓപ്ഷൻ 3 ആണ്. 134. In a flowering plant like mustard, each anther contains 4 microsporangia. Each microsporangium has 10 pollen mother cell. Whatever the total number of pollen grain produced. സംഭവം സിമ്പിളാ. പക്ഷെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ആയിരിക്കണം. ഇതൊരു ഡൈത്തീക്കസ് ആന്തർ ആണ്. നമ്മുടെ NCERT-യിലുള്ളതെല്ലാം ഡൈത്തീക്കസിൻ്റെതാണ്. ഒരെണ്ണം ഒഴികെ, നമ്മുടെ മാൽവേസിയെ ഫാമിലി ഒഴികെ. ഇതൊരു ഡൈത്തീക്കസ് ആയ ആന്തറാണ്. ഈ ഡൈത്തീക്കസ് ആന്തറിൽ നമുക്കറിയാം 2 ലോബ്, ഓരോ ലോബിലും 2 തീക്ക. ഇതാണ് 4 മൈക്രോസ്പൊറാഞ്ചിയം. 4 മൈക്രോസ്പൊറാഞ്ചിയാണ്. ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം ഹാസ് ഹൗ മെനി? ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിലും ഏതാണ്ട് 10 പോളൻ മദർ സെൽ. ഇവിടെ എത്രയുണ്ട്? 10 പോളൻ മദർ സെല്ലാണ്. 10 പോളൻ മദർ സെൽ. എങ്കിൽ എത്ര പോളൻ ഗെയിൻ ഉണ്ടെന്നാ? ഇപ്പൊ ഇവിടെ ടോട്ടൽ 40 PMC ആണ്. എന്ന് പറഞ്ഞാൽ പോളൻ മദർ സെൽ ഇൻറ്റു മിയോസിസ് അല്ലേ 4 ഈസ് ഈക്വൽ ടു 160, 160 പോളൻ ഗ്രെയിൻ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മിക്ക കുട്ടികളും അത് എഴുതും. അതാ ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കുക. ഇത് ചോദിച്ചത് മസ്റ്റാർഡിനെ കുറിച്ചാ.
മസ്റ്റാർഡ് ബ്രാസിക്കേസിയെ കുറിച്ചാ നമ്മൾ എഴുതിയിട്ടുണ്ട്. ബ്രാസിക്കേസിയ ഫ്ലവർ ആണ്. ആ ബ്രാസിക്കേസിയന്റെ ഒരു ഫ്ലവറിൽ 6 സ്റ്റേമൻസ് ഉണ്ടല്ലേ. നേരത്തെ എഴുതി ടെട്രാഡിനാമസ് എന്ന് പറയുന്നു. അതായത് ഔട്ടറിലുള്ള 2 ചെറുത്. 2+4 എന്നല്ലേ നമ്മൾ എഴുതിയത്. 2+4 എന്നെഴുതി. അപ്പോൾ 6 ആന്തർ ഉണ്ട്. ഒരു ആന്തറിലാണ് 160. സോ 6 × 160 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 960. സോ നമ്മുടെ ആൻസർ എത്രയാ? 4. 960 ആണ് നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ എത്രയാ? 960. ശ്രദ്ധിക്കണം. ഇത്തരം ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ നിങ്ങൾ കേവലം ആ മൈറ്റോട്ടിക് അല്ലെങ്കിൽ മിയോട്ടിക്കിന്റെ എണ്ണം മാത്രം പറഞ്ഞാൽ പോരാ, കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, പ്ലാന്റിന്റെ പേരും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ്. An mRNA sequence is given below. ഇവിടെ ഒരു mRNA സീക്വൻസ് ഉണ്ട്. AUG UUU GGC UA, ലാസ്റ്റ് ഇവിടെ UAA എന്നാണ് ഇതിനകത്തുള്ളത്. UAA. ഓക്കെ, UAA. So, answer following. Under normal conditions, this mRNA will produce a polypeptide of 700. 7. അപ്പോൾ 7 അമിനോ ആസിഡുകൾ ഇവിടെ ഫോം ചെയ്യുന്നു. ശരിയാണ് അല്ലേ? 7 എണ്ണം അവിടെ ഫോം ചെയ്യും. കറക്റ്റാ. 7 അവിടെ നോക്കാം. If a transversion mutation occurs at the first nucleotide of the 4th codon, 4th changing G to U, 3rd അല്ല G to U, length of the polypeptide will decrease. Due to this mutation, a premature stop codon is formed within the codon sequence. Option D. After the mutation, translated polypeptide will consist of only 2 amino acids. അപ്പൊ ഇത് നമ്മുടെ കറക്റ്റ് നേരത്തെ പറഞ്ഞ സെൻട്രൽ ഡോഗ്മയിലെ സെക്കൻഡ് പാർട്ട് ട്രാൻസ്ലേഷനിൽ വരുന്ന mRNA ട്രാൻസ്ലേറ്റ് ചെയ്ത് പ്രോട്ടീൻസിലേക്ക് വരുന്നതാ. അപ്പൊ ഇതിന് നമുക്ക് 2 രീതിയിൽ ആൻസർ. മെയിൻ ആയിട്ട് നമുക്ക് തേർഡ് ആൻസർ അവിടെ ക്ലിക്ക് ചെയ്യാം. തേർഡ് ചിലപ്പോൾ നിങ്ങൾ റെഫർ ചെയ്യുമ്പോൾ വേറെ ഏതെങ്കിലും ഓപ്ഷൻ കാണും, അതിനും പ്രത്യേകമായ ക്ലാരിഫിക്കേഷൻ ഉണ്ടാകാം. ഏതായാലും നമുക്കിവിടെ ഓപ്ഷൻ 3 സെലക്ട് ചെയ്യാം. യെസ്, അപ്പം നമ്മുടെ ഫസ്റ്റ് മോക്ക് എക്സാമിനേഷൻ്റെ ബോട്ടണി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തു. നമ്മുടെ മുന്നിൽ ഇനി അത്രേ ദിവസങ്ങളുള്ളൂ, അല്ല മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നിങ്ങൾ പഠിച്ചത് മുഴുവൻ ഓക്കെ, യു ജസ്റ്റ് റിവൈസ്, അത്രേ വേണ്ടൂ. നിങ്ങൾ വളരെ ഫ്രീ ആയിട്ട് യാതൊരു രീതിയിലുള്ള ടെൻഷനുമില്ലാതെ ഫ്രീ ആയി നിങ്ങൾ ഇത്തരം എക്സാം പരീക്ഷകളൊക്കെ എഴുതുക. നമ്മുടെ അക്കാഡമിയുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഇത്. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്, പൂർണ്ണ പിന്തുണയോടുകൂടി ഞങ്ങളുണ്ട്. ബോട്ടണിൻ്റെ മുഴുവനും ഇവിടെ ഡിസ്കസ് ചെയ്തു. എല്ലാം NCERT ബേസ്ഡാ. നമ്മുടെ എക്സാംസ് ഒക്കെ അതാ, ഫുള്ളി NCERT ബേസ്ഡാ. അത് തന്നെ വിവിധ ലെവലുകളായിട്ടുള്ളതാണ്. ഈ എക്സാംസ് നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആവും, യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഞങ്ങളൊക്കെ ഒരുപാട് വർഷമായിട്ട് ഈ ഫീൽഡിൽ NCERT പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി കുട്ടികളെ സജ്ജമായിക്കൊണ്ടിരിക്കുന്ന അധ്യാപകരാണ്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടെയാണ് ഇതിനകത്തുള്ളത്. സോ എൻ്റെ പേര് ഗോപിനാഥ് എന്നാണ്. ഞാനും 30ലേറെ വർഷമായി മെഡിക്കൽ എൻട്രൻസ് ഫീൽഡിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ടും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാം. നിങ്ങളെ കൂടെ ഞങ്ങൾ ഫുൾ ടൈം ഉണ്ടായിരിക്കും. താങ്ക് യു.